നിന്നെയൊക്കെ ഒരു വിടുതൽ വെച്ചിരിക്കുന്നു, നിന്നെയൊക്കെ ഒരു ജോലി ഇവിടെ വരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു മോഹം. ഇപ്പം IELTS ഒക്കെ എഴുതിയിട്ട് തോറ്റും കഷ്ടപ്പെട്ടിരിക്കുന്ന പെൺപിള്ളേർക്ക് ഒരാശ്വാസമാണ് ഈ പ്രവാചകന്മാർ. നിന്നെ ഞാൻ എയ്റോപ്ലെയിനിൽ പോകുന്ന കാണുമെന്ന് പറയുമ്പം പാവം ആ കൊച്ച് ലോണെങ്കിൽ ലോണ് എന്തെങ്കിലും അടയ്ക്കാൻ ഒത്തിരി കാണും. അപ്പം ഈ ആകെ കഷ്ടതയുടെ വേദന എടുത്തിരിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് ഈ ആൾക്കാർ ഈ റോഡിൽ കൂടെ വന്ന് കലീഡോസ്കോപ്പിലൂടെ ഈ മൂവിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു സാധനം വെച്ച് പോട്ടെ, ഈ പ്രൊജക്ടറൊക്കെ കൊണ്ടുവന്ന് ഈ വഴിയിലൂടെ പണ്ട് കാലത്ത് അങ്ങനത്തെ ക്യാമറയൊക്കെ ഇടും, ഓർമ്മയുണ്ടോ? അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം പിക്ചർ മാറി മാറി. അതുപോലെ 2 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളെ കാണിക്കുകയാണ്. പ്ലെയിനെ കയറി പോകുന്നു, തണുപ്പുള്ള ദേശത്ത് ഇറങ്ങുന്നു. അത് കഴിയുമ്പം പുള്ളി അടുത്ത ആളുടെ അടുത്തോട്ട് പോകും, സ്വപ്നം തീർന്നു, ആ സ്വപ്നം കാണിച്ച് എൻ്റെ പൈസ കൊടുത്തേക്കുക, തീർന്നു. മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. മോഹങ്ങൾ കച്ചവടം ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ മോഹിപ്പിക്കുന്ന സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അല്ല, അത് പ്രത്യാശ തരുന്ന സ്പിരിറ്റാണ്. ആത്മാവ് നമുക്ക് തരുന്ന ഉളവാക്കുന്ന പ്രത്യാശയാണ്. മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള നിശ്ചയവും സാത്താൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവൻ നമ്മളെ എല്ലാം പൂട്ടിയേക്കുന്നത് ഈ പ്രത്യാശ എടുത്ത് കളഞ്ഞിട്ട് മോഹങ്ങളെ വർദ്ധിപ്പിച്ച് വിശ്വാസത്തെയും അതിൻ്റെ ഒരു കുരുക്കാക്കിയിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മോഹങ്ങൾക്കൊരു കുറവുമില്ല, വിശ്വാസത്തിനൊരു കുറവുമില്ല. പക്ഷെ ഇത് രക്ഷാകരമായ വിശ്വാസമല്ല, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പല്ല, ലോകത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. അപ്പം ഉള്ളം, അകം, ബുദ്ധി, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ സാധനം, എനിക്ക് വചനം കേൾക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഞാൻ രസിക്കുന്നുമുണ്ട്, നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അടുത്ത വാക്യം. ബുദ്ധി പറയുന്നു ദൈവത്തെ അനുസരിച്ചോ, അനുസരിക്കുന്നതാണ് നല്ലത്, പക്ഷേ അതിനോട് പോരാടുന്ന ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പോൾ ഞാൻ എത്ര തീരുമാനം എടുത്താലും എന്നെ കൊണ്ട് അനുസരിപ്പിക്കാൻ പറ്റാത്തൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അടുത്ത വാക്യം. അപ്പോൾ ശരിക്കും ഞാൻ സ്ലേവ് ആയി മാറാനുള്ള കാരണം എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയാണ്. അതിൽ എനിക്ക് വലിയ നിയന്ത്രണമൊന്നുമില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഇച്ഛിക്കാത്തതാണ് വരുന്നത്. നമ്മളാരും തീരുമാനമെടുത്ത് പാപം ചെയ്യുന്നവരല്ല, പാപം ചെയ്ത ശേഷം തീരുമാനം എടുക്കുന്നവരാണ്. എന്താ തീരുമാനം എടുക്കുന്നത്? പാപം ചെയ്യരുതെന്ന്. ആരും ദേഷ്യപ്പെടണമെന്ന് തീരുമാനിച്ച് ദേഷ്യപ്പെടുന്നില്ല. ഇനി കുറച്ച് ലോകമോഹങ്ങളാകാം എന്നും പറഞ്ഞ് മോഹിക്കുന്നില്ല. വഴക്കുണ്ടാക്കിയിട്ട് കുറേ നാളായി എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നില്ല. ഇതൊന്നും അരുതെന്നാണ് ആഗ്രഹം. തീരുമാനം അങ്ങനെ തന്നെയാണ്. തീരുമാനം എടുത്തിട്ട് നമ്മൾ മോശമാകുന്നതല്ല, തീരുമാനം എടുത്തിട്ടും നമ്മൾ മോശമാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങളെല്ലാം നന്നാകണമെന്നാണ്. പക്ഷെ അതിനെതിരെ പോരാടുന്നൊരു പ്രമാണം നമ്മുടെ അവയവങ്ങളിലുള്ളത് കൊണ്ട് ഞാൻ ഈ പാപപ്രമാണത്തിന് അടിമയായിട്ടാണ് ഇരിക്കുന്നത്. ഇതെൻ്റെ മനസ്സിലായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു തീരുമാനം എടുത്ത് പിന്നെ മാറാമായിരുന്നു. എനിക്കത് ആ ചിന്തകൾ ഉണ്ട്. ഓക്കെ, ജഡത്തിൻ്റെ അവയവങ്ങൾ നമ്മൾ കാണുന്നത് ഈ പറയുന്ന പല മോഹങ്ങളിലൊക്കെയാണ്. പക്ഷേ അതിൻ്റെ വേര് എനിക്ക് കാണാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ്. അതെൻ്റെ ജഡമാണ്. ആത്മാവുള്ളവൻ ആത്മാവിനുള്ളതും ജഡസ്വഭാവമുള്ളവൻ ആത്മാവിനുള്ളതും ജഡസ്വഭാവമുള്ളവൻ. അപ്പോൾ ജഡത്തിനുള്ള ചിന്തകൾ നമുക്ക് വരാൻ തന്നെ കാരണം നമുക്ക് ജഡസ്വഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഈ ചിന്തകൾ പോലും വരുന്നത് ഒരു പ്രകൃതത്തിൽ നിന്നാണ്, ഒരു റൂട്ടുണ്ട്. അത് നമ്മുടെ അവയവങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നിസ്സഹായ അവസ്ഥ. നമുക്ക് നന്നാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നന്നാകാത്തതിന് കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളാണ്. നമുക്കറിയാം, നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ഒത്തിരി ചെടികളും മരങ്ങളും ഒക്കെ, കേരളത്തിലെ സ്ഥിതി ഓർത്താൽ മതി, എനിക്ക് ഇവിടുത്തെ കാര്യമൊന്നും അറിയത്തില്ല. അവിടെയും പറമ്പിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഓരോ ചെടികളൊക്കെ ഉണ്ടായി വരുന്നത് കാണാം. പക്ഷെ 90% ചെടികളും നമുക്ക് പ്രയോജനമില്ലാത്തതാണ്. അതേസമയത്ത് പ്രയോജനം ഉണ്ടാകുന്ന ചെടികളായിരുന്നു ഉണ്ടായി വരുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. പോകുന്ന വഴിക്കെല്ലാം ബീൻസും വെണ്ടയ്ക്കൊക്കെ ഉണ്ടായി വരുന്നായിരുന്നെങ്കിൽ നമുക്കതെല്ലാം പറിച്ചുകൊണ്ട് പോയി കറി വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഗുണമുള്ള ഒരു സാധനം ആവശ്യത്തിനുണ്ടാവില്ല. ഉണ്ടാകുന്ന മുഴുവൻ ഈ ലോകത്തുള്ള പശുക്കൾക്ക് തിന്നാനുള്ളതും മൃഗങ്ങൾക്ക് തിന്നാനുള്ളതും, പശു ഉണ്ടായാൽ അതിനെ തിന്നാനുള്ള പുലിക്കുള്ളതും കാക്കയ്ക്കുള്ളതും എല്ലാം ഈ ലോകത്ത് തന്നെ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ മനുഷ്യനുള്ളതും മാത്രം തന്നെ ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല, അത് നമ്മൾ കഷ്ടപ്പെട്ട് വേർപ്പ് വീഴാതെ നമുക്ക് തിന്നാനുള്ളത് ആവശ്യത്തിന് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ഏത് ജീവിക്കും ജീവിക്കാനുള്ള ചുറ്റുപാട്
കർത്താവ് പറഞ്ഞില്ലേ, വയലിലെ താമരയെ നോക്കുവിൻ, അവയ്ക്കൊന്നും ചെയ്യണ്ട. ആകാശത്തിലെ പറവകൾ നോക്ക്, എന്താ സുന്ദരമായിട്ട് പറന്ന് നടക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കും അവരെപ്പോലെ അങ്ങ് പറന്ന് നടന്നാൽ മതിയോ. നമുക്ക് ഒന്നും കിട്ടില്ല അങ്ങനെ പറന്ന് നടന്നാൽ. കാരണം അവയ്ക്കുള്ളതെല്ലാം പ്രകൃതി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അവർ ഇരകളാണ്, നമ്മുടെ പാപം കൊണ്ടാണ് അവരങ്ങനെ ആയത്. അതുകൊണ്ട് ശരിക്കും പ്രശ്നക്കാരാരാ? അവരല്ല, നമ്മളാണ്. അപ്പം നമുക്ക് മാത്രമേ പ്രകൃതി ആവശ്യത്തിന് തരാത്തുള്ളൂ. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും മതിയാകുന്നില്ല. അപ്പോൾ കർത്താവ് പറയാണ്, ഏറ്റവും നല്ല താമരയുടെ സമയത്ത് പോലും താമര നല്ലപോലെ വിടർന്ന് നിൽക്കുന്ന ആ കാഴ്ചയുടെ അത്രയും പോലും ശലോമോൻ്റെ ഒരു മഹത്വം ഉണ്ടായിരുന്നില്ല അല്ലേ. ശലോമോൻ അവൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും കൂടിയ സമയത്ത് ഒരു താമരയുടെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ താമരയെ ദൈവം ഭയങ്കര അത്ഭുതമായിട്ട് ശമയിക്കുന്നത്. എന്നാൽ അതിനേക്കാളും അത്ഭുതമാണ് നമ്മളെ ഈ അല്പവിശ്വാസികളെ ശമയിക്കുന്ന ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. അപ്പോൾ അല്പവിശ്വാസികളായ നമുക്ക് ഈ ലോകത്ത് നാച്ചുറലായിട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രൊവിഷൻ നാച്ചുറൽ ഒന്നും ഉണ്ടാകുന്നില്ലെന്നല്ല, ഉണ്ടാകുന്നുണ്ട്, പക്ഷെ നമുക്കത് എളുപ്പത്തിൽ എടുക്കാവുന്ന രീതിയിലൊന്നും നമുക്ക് ആവശ്യത്തിനും ഉണ്ടാകുന്നില്ല. കുറേ പ്രോസസ്സിങ്ങും അധ്വാനവും വേർത്ത് കുളിച്ച് അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇത് മനുഷ്യൻ നിമിത്തം ശപിക്കപ്പെട്ട ഭൂമിയുടെ അവസ്ഥ അതാണ്. അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാണ്. ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ അവയവങ്ങളിൽ ഉണ്ടാകുന്നില്ല. എന്നാവശ്യമില്ലാത്ത എല്ലാ വികാരങ്ങളും ഉണ്ടാക്കാനുള്ളത് എല്ലാ ഹോർമോണുകളും നമുക്കുണ്ട്. എന്നാൽ വിശുദ്ധീകരിക്കപ്പെടാൻ തീരുമാനിച്ചാൽ, നന്നാകണം തീരുമാനിച്ചാൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരൊറ്റ ഹോർമോൺ പോലും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നമ്മൾ തീരുമാനം എടുക്കും തോറും അതിനെതിരെയുള്ളതെല്ലാം ഉണ്ടായി വരികയും ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലും അവയവങ്ങളിലൂടെ വ്യാപരിക്കുന്ന ഒരു ശക്തി അതിനെ ഇല്ലാതാക്കി കളയും. നമ്മൾ എന്ത് ആൾക്കാരെ സഹായിക്കണം എന്ന് വിചാരിച്ചാലും അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ഒരു നീതി പ്രവൃത്തി പോലും നമ്മുടെ ജീവിതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ ജഡത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം സാധിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കൽപ്പനകളെ പൂർത്തീകരിക്കുന്നത്? അത് അസാധ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ന്യായപ്രമാണം നല്ലത് തന്നെ, ആത്മീകം, പക്ഷെ അത് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെപ്പോലൊരുത്തൻ്റെ കയ്യിൽ. ഐ ആം ഹെൽപ്ലെസ്. അനുസരിക്കാൻ പറ്റാത്തവൻ്റെ കയ്യിൽ ഒരു പ്രമാണം കൊടുത്തിട്ട് അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനത് ചെയ്യാൻ ഇൻകേപ്പബിൾ ആണ്. എനിക്ക് തീരുമാനമൊക്കെ ഉണ്ട്, പക്ഷേ അത് അനുസരിക്കാനുള്ള കേപ്പബിലിറ്റി എനിക്ക് ഇല്ല. എൻ്റെ ജഡം, എൻ്റെ ഫ്ലഷ് എൻ്റെ തീരുമാനങ്ങൾക്കെതിരാണ്. മനസ്സ് അനുകൂലിച്ചാലും വികാരങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. അപ്പോൾ ശരിക്കും കരച്ചിൽ എന്തോ? ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും, അതാണ് കരച്ചിൽ. അപ്പം ശരിക്കും കരച്ചിൽ എൻ്റെ സ്വഭാവം മാറിയില്ല എന്നല്ല, അത് വേണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചാൽ മാറ്റാമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ശരിക്കും നമ്മുടെ കരച്ചിൽ ഈ ശരീരം ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം എനിക്ക് വിശദീകരിക്കപ്പെടാൻ പറ്റില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് ശരീരത്തിൽ നിന്ന് വിടുതൽ വേണം. അപ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കണമെന്ന്. എങ്ങനെയെങ്കിലും ഈ ശരീരം, അപ്പോൾ നമുക്കറിയാം നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്, നമ്മുടെ തേജസ്കരണത്തിന് വേണ്ടിയാണ്. കാരണം ഈ പാപത്തിൻ്റെ റൂട്ട് അവിടെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. എവിടെ നിന്നാ? ഈ പാപത്തിൽ നിന്ന്. അപ്പോൾ ആത്മാവ് ഉള്ളിലുള്ളവർക്കെല്ലാം ഒരു ഞരക്കമുണ്ട്. എന്തിനു വേണ്ടിയുള്ള ഞരക്കമാണത്? ഈ ശരീരം വീണ്ടെടുക്കപ്പെടാൻ വേണ്ടിയുള്ള ഞരക്കമാണ്. അത് നമ്മുടെ ഉള്ളിലുണ്ടാകാൻ കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ ബലഹീനതകൾ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും നമുക്ക് തേജസ്സുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ പുത്രനെ പോലെ ജീവിക്കാമെന്ന് നമുക്ക് മനസ്സിലാവുകയും ആത്മാവ് അങ്ങനെ മനസ്സിലാക്കി തരുമ്പം എത്രയും പെട്ടെന്ന് നീ തേജസ്സിൽ എന്നെ ചേർത്താൽ മതി എന്നുള്ളൊരു ഞരക്കം നമ്മുടെ ഉള്ളിൽ ആരംഭിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ ആരംഭം. അപ്പോൾ എന്നെ ഒരാൾ വെളിയിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. കാരണം എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയുമില്ല. തീരുമാനം എടുത്താൽ നടപ്പാക്കാൻ എന്നെ കൊണ്ട് അറിയില്ല. പത്രോസ് ഒത്തിരി തീരുമാനം എടുക്കുന്ന ആളായിരുന്നു. നമ്മൾ ഇത്തിരി മുമ്പ് സംസാരിച്ചപ്പോൾ പത്രോസിൻ്റെ കാര്യം പറഞ്ഞു. തീരുമാനങ്ങളൊന്നും നടപ്പാക്കാൻ പത്രോസിനെ കൊണ്ട് കഴിവില്ലായിരുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും തോറ്റൊന്നും ഇല്ലാത്ത ഒരാളിങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുക. അതാണ് 7-ാം അധ്യായത്തിൽ കാണിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരും പറയുന്നുണ്ട്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, ഒരു പ്രയോജനം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പോൾ ദൈവം എങ്ങനെ നമ്മളെ രക്ഷിക്കുന്നത്? അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നീതിമാന് വേണ്ടി മരിക്കുന്നവൻ ദുർലഭം, ഗുണവാന് വേണ്ടി ഒരുപക്ഷെ വല്ലവരും മരിക്കുമായിരിക്കാം. ഈ നീതിമാന് വേണ്ടി ആരും ചാവുകയില്ല.
ഗുണവാന് വേണ്ടി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യും. നമ്മൾ പലപ്പോഴും കാണത്തില്ല, ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ മരിക്കുമ്പം കുറേ ആത്മഹത്യ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഗുണവാനായിരുന്നു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ആരും മരിക്കില്ല. പക്ഷേ കർത്താവ് നമ്മൾ ശത്രുക്കളായിരിക്കുമ്പം തന്നെ നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതിൽ അവൻ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നത് ഒരു പ്രയോജനമില്ലാത്തവരെ രക്ഷിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് അവൻ്റെ മഹത്വം. അവൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് കാണിക്കുന്നത്. സ്വയം വിചാരിച്ചാൽ എത്ര വിചാരിച്ചാലും നന്നാകാതെ പാപത്തിൻ്റെ അടിമത്തിൽ കിടക്കുന്നവനെ രക്ഷിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ രക്ഷാകരമായ ശക്തി എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്നത്. ആര് രക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിശ്വാസം. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം പറയുന്നു, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is therefore now no condemnation for those who are in Christ Jesus. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സത്യം പറഞ്ഞാൽ നരകത്തിൽ ഇടേണ്ടതാണ്, പക്ഷേ ഒരു ശിക്ഷാവിധിയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം നമുക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഈ വാക്യം നമുക്ക് മനസ്സിലാകണമെങ്കിൽ 2 പ്രമാണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണവും മറ്റൊന്ന് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. എന്താണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം? ന്യായപ്രമാണം. പിണങ്ങിയാൽ നീ നരകത്തിൽ പോകും. ഈ പ്രമാണം നിങ്ങളെ പേടിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് മരണത്തിൻ്റെ പ്രമാണം. കർത്താവ് നിന്നെ സ്നേഹിച്ച പോലെ നീ നിൻ്റെ കൂട്ടുകാരനെ സ്നേഹിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഒന്നും സ്വർഗത്തിൽ പോകില്ല. അപ്പോൾ ഇതെന്താ ഇപ്പം മരണത്തിൻ്റെ? എൻ്റെ മുമ്പിൽ ഈ കൽപ്പന വായിക്കുമ്പോഴെല്ലാം എന്നോട് എന്താ പറയുന്നത്? നീ മരിക്കും, നീ മരിക്കും, നിന്നെ കൊണ്ടൊരു ഗുണമില്ല, നീ മരിക്കുമെന്നല്ലേ പറയുന്നത്? നിങ്ങൾക്ക് ഏതെങ്കിലും വേദപുസ്തക കൽപ്പന വായിച്ചിട്ട്, പുതിയ നിയമത്തിലെ കൽപ്പന വായിച്ചിട്ട് ഓ സന്തോഷം, ഇത് ഇവിടെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയ്യോ ഞാൻ മരിക്കും എന്നൊരു ഭയമാണ് വരുന്നത്. പഴയ നിയമം വായിച്ചാലും അങ്ങനെ, പുതിയ നിയമം വായിച്ചാലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം എപ്പോഴും നമ്മളെ ആ ഒരു എന്താ പറയുന്നത്, മരണഭയത്തിലേക്ക് എത്തിക്കുന്ന ആദ്യം പാപഭയത്തിലേക്കാണ്. കാരണം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണമാവുന്നത് എങ്ങനെയാണ്? പുതിയ നിയമ പ്രമാണത്തെയാണ് നമ്മൾ ജീവൻ്റെ പ്രമാണം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾ പറഞ്ഞു ഇത് തന്നെ പഴയ നിയമം പോലെ എടുത്താൽ നമുക്ക് മരണത്തിന് കാരണമാവും, പക്ഷെ ഇത് പുതിയ നിയമം പോലെ എടുത്താൽ അത് ജീവന് കാരണമാവും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അത്ര മനസ്സിലായില്ലല്ലേ? ഇപ്പം അങ്ങോട്ട് വരാം. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 ഒന്ന് വായിച്ചേ. റോമാലേഖനം 1-ന്റെ 16-17. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ എനിക്ക് സുവിശേഷം പറയാൻ നാണമില്ല, കാരണം അത് യഹൂദനും യവനനും ഒരുപോലെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അടുത്ത വാക്യം. എങ്ങനെ, എന്താ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്? അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അതാണ് ഇതിൻ്റെ ശക്തി. മനുഷ്യൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അതെല്ലാം പ്രവൃത്തികൾക്കായിട്ടാണ് വെളിപ്പെട്ടത്. എന്നാൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടപ്പോൾ അത് പ്രവൃത്തികൾക്കായിട്ടല്ല, അത് വിശ്വാസത്തിനായിട്ടാണ് വെളിപ്പെട്ടതെന്നുള്ളത് കൊണ്ടാണ് അതിന് ശക്തി ഉണ്ടായത്. എന്ത് ശക്തി ഉണ്ടായത്? യഹൂദനെയും യവനനെയും ഏത് സാഹചര്യത്തിലുള്ളവനെയും രക്ഷിക്കാനുള്ള ശക്തി ഈ സുവിശേഷത്തിനുണ്ടാകാൻ കാരണം അതിൽ വെളിപ്പെട്ട ദൈവനീതിയാണ്. അത് നീതിയുടെ പ്രമാണമാണ്, ജീവൻ്റെ പ്രമാണമാണ്. അത് പ്രവൃത്തിയാലല്ല വിശ്വാസത്താലാണ് വരുന്നതെന്നുള്ളത് കൊണ്ടാണ് അത് നമ്മളെല്ലാം രക്ഷിക്കാൻ അതിന് പറ്റിയത്. മനസ്സിലാവുന്നുണ്ടോ? അത് വിശ്വാസത്തിലായതുകൊണ്ട്, വിശ്വാസത്താലായതുകൊണ്ട് ആ പ്രമാണത്തിന് നമ്മളെല്ലാം രക്ഷിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിക്കുന്നത്? എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ പാപത്തിൽ നമ്മളെ രക്ഷിക്കുന്നത്? നമുക്ക് നീതിയുടെ അടിമകളായി മാറാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊന്നും ചെയ്യേണ്ട. അതെങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് പറയാം. 2 പ്രമാണങ്ങളുണ്ട്. ഒന്ന് പാപത്തിൻ്റെ പ്രമാണവും മറ്റൊന്ന് ജീവൻ്റെ പ്രമാണവും. ഈ 2 പ്രമാണങ്ങളെ റോമാലേഖനം 7-ാം അധ്യായത്തിലെ ഒരു വിവാഹവുമായിട്ട് ബന്ധിപ്പിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രമേ പറയുള്ളൂ. പഴയ നിയമ ന്യായ പ്രമാണത്തിൽ ഒരു ഭർത്താവിനെ പോലെയാണ് ഈ റോമാലേഖനം 7-3 നമ്മൾ കാണുന്നത്. റോമാലേഖനം, ആ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായി വ്യഭിചാരണിൽ നിന്ന് വരും. ഭർത്താവ് മരിച്ചുവെങ്കിൽ അവൾ വേറെ പുരുഷനായി വ്യഭിചാരണിൽ നിന്ന് വരാതെ കൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാവുന്നു. അപ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കെ വേറൊരു ബന്ധം ഉണ്ടായാൽ അത് വ്യഭിചാരമാണ്. ഭാര്യ ആയാലും ഭർത്താവായാലും വിവാഹ ഉടമ്പടിയിലിരിക്കെ വേറൊരു ബന്ധം ഉണ്ടായാൽ അത് വ്യഭിചാരമാണ്. പക്ഷെ ഭർത്താവോ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ന്യായപ്രമാണത്തിൽ നിന്ന് അവളോ അല്ലെങ്കിൽ അവനോ ഫ്രീ ആണ്. 4-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് സഹോദരന്മാരെന്ന ദൈവത്തിന് ഫലം കായ്ക്കുമാറ് ഉയർത്തെഴുന്നേറ്റവനായി വേറൊരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മരണത്തിലൂടെ മാത്രമേ വിവാഹബന്ധത്തെ അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. ഡൈവോഴ്സിലൂടെ അവസാനിപ്പിക്കാൻ പറ്റില്ല.
ക്രിസ്തീയ വിവാഹങ്ങളുടെ ഒരു പ്രത്യേകത ഉടമ്പടി മരണം വരെയാണെന്നുള്ളതാണ്. അതിനിടയിൽ ഒരാൾ ഡൈവോഴ്സായി പോയാലും സ്വർഗത്തിലെ ഈ വിവാഹ ഉടമ്പടി ഒരാൾ മരിക്കുന്നവരെ നിലനിൽക്കും. ഇതിനിടയിൽ ഭൂമിയിൽ ഡൈവോഴ്സായി അവർ വേറെ കല്യാണം കഴിച്ചാലും സ്വർഗത്തിലെ ആദ്യത്തെ വിവാഹത്തിൻ്റെ ഉടമ്പടി പോകണമെങ്കിൽ ഒരാൾ മരിക്കണം. കാരണം സ്വർഗത്തിലെ ആ ഉടമ്പടി മാച്ച് കളയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതങ്ങനെ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുക. അപ്പോൾ ഡൈവോഴ്സ് ആയി കഴിയുമ്പോഴും സ്വർഗത്തിലൊന്നും സംഭവിക്കുന്നില്ല. ഇവർ വേറെ കല്യാണം കഴിച്ചു, പക്ഷേ സ്വർഗത്തിലെ സ്ഥിതി എന്തോ പഴയ മാര്യേജ് നിലനിൽക്കുക. കാരണം അതിൽ ഒരാൾ മരിച്ചെങ്കിൽ മാത്രമേ മരണം നമ്മെ വേർപിരിക്കുന്നവരെന്ന് പറഞ്ഞ് ഉടമ്പടി എടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ആദ്യത്തെ ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് എന്ത് ചെയ്താലും വ്യഭിചാരമാണ് സ്വർഗത്തിൽ നോക്കുമ്പോൾ. കാരണം ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ മരണത്താൽ മാറ്റപ്പെടുന്നവരെ, അത് അത്ര ഭീകരമാണ് പുതിയ നിയമത്തിലെ വിവാഹത്തെക്കുറിച്ചുള്ള ഉപദേശം. ലോകത്തിലൊരു സമൂഹത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ ലോ ഇല്ല. അതുകൊണ്ട് പിള്ളേരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ശരിക്കും ആലോചിച്ചും പ്രാർത്ഥിച്ചും ചെയ്യാവൂ. എടുത്തിയാടി തിരിച്ചു കയറാൻ പറ്റില്ല. ദർ ഇസ് നോ വേ. ചിലപ്പോൾ ഒട്ടും സഹിക്കാൻ വേണ്ടി ചിലപ്പം അകന്ന് താമസിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ രണ്ടാമത് ആര് കല്യാണം കഴിച്ചാലും വിചാരവും. കാരണം ദ ഫസ്റ്റ് ഈസ് എലൈവ്. അപ്പോൾ ഈ പഴയ നിയമം നമ്മളെ ബാധിച്ചിരുന്ന നിയമങ്ങളുടെ പ്രമാണത്തെ ഒരു ഭർത്താവായിട്ടാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആ ഭർത്താവിനനുസരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചുണ്ടായി വീണ് 2 വയസ്സാകുമ്പോഴേക്കും ഈ ഭർത്താവ് ആക്റ്റീവ് ആവും, ന്യായപ്രമാണം. അതുവരെ അവൾ ഫ്രീയാ, അവന് ഫ്രീ, എതിരെ വേണ്ട നടക്കാൻ എന്ത് വേണം പറയാം, നോ പ്രോബ്ലം. പക്ഷേ 2 വയസ്സ് കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ നിയമങ്ങൾ പിടിമുറുക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ 3 പിള്ളേരിപ്പുണ്ട്, അവർക്ക് നിയമങ്ങളുണ്ട്, അതുകൊണ്ട് അവരവിടെ ഇരിക്കുന്നത്. പക്ഷേ ശ്രദ്ധിക്കുന്നില്ല, കാരണം നിയമങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിന് വളർന്ന് വരുന്തോറും അത് ശരിയായിക്കോളും. കുഴപ്പമില്ല. കണ്ടോ, ആ കൊച്ചിന് അത്രയും പോലും ആയിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും ആ നിയമത്തിൻ്റെ പിടിയിലേക്ക് പതുക്കെ വരുന്നതേ ഉള്ളൂ. പ്രായം ആവുന്തോറും, ഇല്ല ഞാൻ ആരെയും വഴക്ക് പറഞ്ഞല്ല, ഞാൻ എക്സാമ്പിൾ കാണിച്ചു തന്നാണ്. ഓക്കെ, പ്രായം ആവുന്തോറും നമ്മൾ ആ നിയമത്തിൻ്റെ പിടിയിലിട്ട് അമർന്ന് വരും അല്ലേ. ഒരു 20-25 വയസ്സാകുമ്പോഴേക്കും നമ്മൾ ആ നിയമത്തിൻ്റെ പൂർണ്ണ ഭാര്യയായിട്ട് മാറും. പിന്നെ അതിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പിന്നെ രക്ഷപ്പെടാൻ ആരെങ്കിലും ഒരാൾ ചാവണം. അപ്പോഴാണ് കൃപക്കാർ വന്ന് പറഞ്ഞത് ഭർത്താവ് ചത്തു, നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഓർമ്മയുണ്ടോ? കൃപക്കാരങ്ങനെ പറഞ്ഞ് നടക്കുന്നില്ല. പക്ഷേ കർത്താവ് പറഞ്ഞു ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ഇതിനകത്ത് ഒരു വള്ളിയും പുള്ളിയും മാറില്ല. അപ്പോൾ ഭർത്താവ് മരിക്കുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഭാര്യ മടുത്ത് കാണും നിയമങ്ങൾ കാരണം, പക്ഷെ ഒരു രക്ഷയില്ല. ഭർത്താവ് മരിക്കുകയില്ല, ഡൈവോഴ്സും ഇല്ല. പിന്നെ എന്ത് ചെയ്യാം? എങ്ങനെ കല്യാണത്തിന് രക്ഷപ്പെടും? ഒരു കല്യാണം ഭയങ്കര കർശനമായ ഒരു ഭർത്താവ്, എന്ത് ചെയ്താലും വഴക്ക് പറയുകയും ഉപദ്രവിക്കുകയും അല്ല സ്ട്രിക്റ്റായിട്ട് ദേഷ്യപ്പെടുകയും ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നൊരു ഭർത്താവ്, ഭാര്യ മടുത്തു, സ്നേഹത്തിൻ്റെ പൊടി പോലും ഇല്ല, എങ്ങനെയെങ്കിലും ഇയാളും ചത്ത, ഡൈവോഴ്സ് ഇല്ല, വേറെ ആരെങ്കിലും കിട്ടി ജീവിക്കാമെന്ന് വിചാരിച്ച അയാൾ ചാവത്തുമില്ല. എങ്ങനെ രക്ഷപ്പെടാം? ആർക്കെങ്കിലും പറയോ? ഭാര്യ മരിച്ചാൽ പോരെ? നിങ്ങൾ ചിരിക്കാതെ 4-ാമത്തെ വാക്യം വായിച്ചു നോക്കി. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കൊടുക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരു ഭർത്താവിനാകേണ്ടതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണമെന്ന ആദ്യ ഭർത്താവ് സംബന്ധിച്ച്. ആരാ മരിച്ചേ? കൃപക്കാർ പറയുന്നു ഭർത്താവ് മരിച്ചതെന്ന്, പക്ഷെ ബൈബിൾ പറയുന്നു ഭാര്യ മരിക്കണമെന്ന്. കാരണം ഇവൾക്കിനി വരാൻ പോകുന്ന ഭർത്താവ് ഓൾറെഡി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനാണ്. അപ്പോൾ അവൻ്റെ കൂടെ ആകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മരിക്കണം. പഴയതിൻ്റെ കൂടെ പുതിയത് ചേർത്ത് തുന്നിക്കെട്ടി നന്നാക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് പഴയ സ്വഭാവം കൊള്ളാം, കുറേയൊക്കെ ഉണ്ട് നല്ലത്, അതിൻ്റെ കൂടെ കുറച്ചും കൂടെ നല്ലതാക്കിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്നാണ്. പക്ഷെ ബൈബിൾ അങ്ങനെയല്ല പറയുന്നത്. പഴയത് നന്നാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് വെള്ളത്തിനകത്ത് ഇട്ട് മുക്കി വെച്ചായിരുന്നു വിചാരിച്ചോ. ഒരു ദിവസം മുഴുവൻ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അറിയാതെ ചെയ്തതാണ്. ഒരു കപ്പിനകത്ത് മുക്കി വെച്ച് ചാർജ് ചെയ്തു, വെള്ളത്തിനകത്ത് മുക്കി വെച്ച്. കപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു, അറിയാൻ മേലായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആകെ പോകാം. ഇതെടുത്തുകൊണ്ട് പോയി പറഞ്ഞ ഒരു പണി നടക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പണി നടക്കില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ കളഞ്ഞിട്ട് വേറെ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. ഇതുപോലെ നമ്മുടെ ഈ പാഴ് ജഡമുണ്ട്, ഒരു ജഡം, അതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല. അപ്പോൾ അതിനെ നന്നാക്കാം എന്നുള്ള പ്രതീക്ഷ അങ്ങ് കളഞ്ഞേരെ. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നമ്മൾ ഈ പരിശ്രമിക്കുന്ന മുഴുവൻ നടക്കാത്ത ഒരു പണി നടക്കാൻ വേണ്ടിയാണ് നമ്മളെ നന്നാക്കുക.
അത് ഇമ്പോസിബിളാണ്. സന്തോഷമായോ? സന്തോഷമായില്ലേ? നിങ്ങൾ പരിശ്രമിച്ച് തോറ്റ് ഇനിയും പരിശ്രമിക്കും. അത് ജഡം പറയും, ഇല്ല അങ്ങനെ തോറ്റു കൊടുക്കരുത്, നമ്മൾ ജയിക്കും. അതൊരു ഫാൾസ് കോൺഫിഡൻസാണ്. നമ്മൾ വലിയ വണ്ടിയൊക്കെ വരുമ്പോൾ ഈ തവള ഇങ്ങനെ മസിലൂടി ചിരിക്കുന്നു പറഞ്ഞിട്ട് റോഡിൽ. അത് ബുദ്ധി ഉള്ളതുകൊണ്ടാണ്? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കഴിയാത്തൊരു യുദ്ധമാണ് നമ്മളോട് നമ്മുടെ ജഡം ആവശ്യപ്പെടുന്നത്. ചെയ്യടാ, യുദ്ധം ചെയ്യടാ, ഞാനും കൂടെ നിൽക്കുക. അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ മാനസാന്തരപ്പെടുകയും വേണ്ട. 10 കാര്യം ട്രൈ ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൽ ജയിച്ചാൽ മതി. പിന്നെ ആ 9 തോറ്റേൻ്റെ വിഷമത്തെക്കാളും ഈ 1 ജയിച്ചതിൻ്റെ ഗമയായിരിക്കും നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോടൊരു ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഡോക്ടർ വിധി പറയാണ്, ഇതിന് ചികിത്സയില്ല, നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. നോ വേ യു ക്യാൻ റീഫോം ഓർ ചേഞ്ച് യുവർ ഓൾഡ് ഫ്ലഷ്. അതുകൊണ്ട് കൈകൊണ്ടല്ലാത്തൊരു പരിച്ഛേദനയിൽ ഈ ജഡം മുറിഞ്ഞു പോകണം, ഇല്ലാതായി പോകണം, ചാവണം. അവിടെയാണ് പറയുന്നത് അവൻ്റെ ശരീരം സംബന്ധമായി നമ്മൾ മരിക്കണം. ന്യായപ്രമാണ സംബന്ധമായി അവൻ്റെ ശരീരത്തോടു കൂടി നമ്മൾ മരിക്കണം. മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയുന്നത് ആ മരണം എങ്ങനെ സാധിക്കും എന്നുള്ളതാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഒന്ന് വായിച്ച്. റോമൻസ് 6:6. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അപ്പൊ നമ്മുടെ പഴയ മനുഷ്യൻ എന്ത് സംഭവിച്ചു? ദാറ്റ്സ് ക്രൂസിഫൈഡ്, ഓൾറെഡി ക്രൂസിഫൈഡ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പഴയ ജഡം ക്രിസ്തുവിൽ മുറിഞ്ഞുപോയി. ഇറ്റ് വാസ് ക്രൂസിഫൈഡ്. വിശ്വസിക്കാൻ പറ്റുന്നില്ലോ? വിശ്വസിക്കാൻ പറ്റില്ല. അതാണെന്നാൽ വിശ്വസിക്കേണ്ടത്. എൻ്റെ പഴയ ജഡം കർത്താവിൻ്റെ ക്രൂശിൽ തീർന്നുപോയി. ഹി ഫിനിഷ്ഡ് ഇറ്റ്. ഒന്ന് വിശ്വസിച്ച് നോക്കിയാൽ ഭയങ്കര പവർ അതിന്. ആ പവർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റോമർ 6:6 അവിടെ എഴുതിയിരിക്കുന്നത്, ഇനി നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു നാം അറിയുന്നു. അടുത്ത വാക്യം, അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്ത് ചെയ്യണം? മരിക്കണം. വേറൊരു വഴിയില്ല. ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് നന്നാകാൻ ശ്രമിക്കാമെന്ന്. ഇങ്ങനെ പോയാൽ പോരാ ബ്രദറെ, തീരുമാനം എടുക്കണം, ജയിക്കണം, നമുക്ക് ജയിച്ചേ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വെറുതെയാണ്, നടക്കില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിക്കട്ടെ, ഇത്ര ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ? നടന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ ഞാൻ ഉച്ച കഴിഞ്ഞ് പറഞ്ഞ പോലെ ഏതോ ഗുരുവിൻ്റെ സ്ഥിതിയിലെത്തി. അപ്പോൾ ഇതാണ് നിയമം നമ്മളോട് പറയുന്ന പ്രസ്താവന. മക്കളെ ശ്രമിക്കേണ്ട. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനോട് പറഞ്ഞു, നമ്മളിങ്ങനെ ശ്രമിക്കേണ്ട എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ ശ്രമിക്കാതിരിക്കില്ല. കാരണം നമുക്ക് ജഡത്തിൻ്റെ ശ്വാസം ഉള്ളിടത്തോളം കാലം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ തോറ്റു തുന്നം പാടി നിവൃത്തിയില്ലാന്ന് ബോധമാകുമ്പം നമുക്കൊരു ദിവസം മനസ്സിലാവും, തോറ്റു, ഇനി വിട്ടേക്കാം എന്ന് തോന്നണം. അങ്ങനെ തോന്നുമ്പോഴേ നമ്മൾ കർത്താവെ ഞാൻ വിട്ടു എന്ന് പറയുള്ളൂ. അതുവരെ ഈ പഴയ ജഡത്തെ പെയിൻ്റ് അടിക്കാൻ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കും. അത് മനുഷ്യ പ്രകൃതമാണ്. കാരണം നമുക്കെല്ലാം നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. അത് നന്നാകാത്ത ജഡത്തെ, നിങ്ങൾ ഈ തവളയെ ഉമ്മ വെച്ച രാജകുമാരിയുടെ കഥ അറിയോ? ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, കിസിങ് ദ റോങ് ഫ്രോഗ്. കേട്ടിട്ടുണ്ടോ? ശരിയല്ലാത്ത തവളയെ ഉമ്മ വെച്ചാൽ എന്നാണ്. അതിൻ്റെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജകുമാരൻ ഒരു വിച്ചസിൻ്റെ ശാപമേറ്റ്. ഇത് പിള്ളേരെല്ലാം ചെറുപ്പത്തിലെ പെൺപിള്ളേരൊക്കെ പ്രത്യേകിച്ച് വായിക്കുന്ന ഈ ഫെയറി ടെയിൽസിനകത്ത് സിൻഡ്രല്ല കഥ പോലത്തെ ഒരു കഥയത്. അപ്പോൾ സിൻഡ്രല്ല എന്നാന്ന് പറയേണ്ടി വരും, അതുകൊണ്ട് അങ്ങോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഈ രാജകുമാരൻ ശാപമേറ്റൊരു തവളയായി മാറി. അപ്പോൾ ഒരു ശാപമോഷണം കൊടുത്തു. ഈ നിന്നെ ഒരു രാജകുമാരി എടുത്ത് സ്നേഹത്തോടെ മടിയിൽ വെച്ച് ഒരു ഉമ്മ കൊടുത്താൽ നീ പഴയ രാജകുമാരനാവും. ഒന്ന് ആലോചിക്കുക തവളയുടെ അവസ്ഥ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു രാജകുമാരി തവളയെ കണ്ടെത്തുകയും ആ തവളയെ ഉമ്മ വയ്ക്കുകയും ആ തവള രാജകുമാരനെ മാറുകയും ചെയ്തു എന്നാണ് കഥ. പക്ഷെ ഇൻ കേസ് ആ രാജകുമാരിക്ക് ഒറിജിനൽ തവളയല്ല വേറൊരു തവളയെ കിട്ടിയെങ്കിൽ രാജകുമാരി എത്ര ഉമ്മ വെച്ചാലും ഒരു ചുണ്ടു പോകുന്നതല്ലാതെ ഈ തവളയ്ക്ക് മാറ്റം വരുമോ? വരികയില്ല. ഇതിനാണ് ഇംഗ്ലീഷിൽ പറയുന്നത് കിസിങ് ദ റോങ് ഫ്രോഗ്. അതായത് നന്നാകുകയില്ലാത്തതിനെ വെറുതെ ഇട്ട് എന്ത് പണി പണിതാലും അത് നന്നാകില്ല എന്ന് പറയാൻ വേണ്ടിയാണ്. നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് തെറ്റായ ഒരു കാര്യത്തിലാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ശൈലി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളെ തന്നെ ഉപവാസ പ്രാർത്ഥന എടുത്തും ശരീരത്തെ ദണ്ഡിപ്പിച്ചും
കരഞ്ഞും നിലവിളിച്ചും ഒക്കെ നന്നാക്കാൻ ശ്രമിച്ചാൽ സഹോദരങ്ങളെ നന്നാവില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇതിനകത്തൊരു വലിയ സീക്രട്ട് ഉണ്ട്. സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിൻ്റെ കൽപ്പനകൾ ഭയങ്കര ഭാരമാണെന്ന് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. മാങ്ങാണ്ടിയുടെ കാര്യം ഇന്നലെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. പക്ഷേ കർത്താവ് ഇതിനോട് ഒരു കാര്യം കൂടെ പറഞ്ഞു, എൻ്റെ നുകം ലഘുവും എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് വളരെ സിമ്പിളാന്ന് പറഞ്ഞു. ഇത്രയും വലിയ കൽപ്പന പറഞ്ഞിട്ട് കർത്താവ് പറയാണ് ഇത് വളരെ സിമ്പിളാണ് സഹോദരങ്ങൾ, ഇതിനകത്ത് ഒരു പാടുമില്ല. എന്ത് തോന്നുന്നുണ്ട് കേട്ടിട്ട്? ഇത്രയും നേരം കേട്ടിട്ട് എന്ത് തോന്നുന്നുണ്ട്? ഭയങ്കര പാടായിട്ടില്ലേ തോന്നേ? പക്ഷെ കർത്താവ് പറയാണ് ഇത്രയും ഭയങ്കര ആത്മാവിൻ്റെ പ്രമാണം അനുസരിക്കാൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ പറയാം. ടു സിമ്പിൾ ടു ബിലീവ്. ഇവിടെ നമുക്ക് വിശ്വാസം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്തായാലും നിങ്ങളെല്ലാം ജീവനോടുണ്ട്, ആരും മരിച്ചിട്ടില്ല അല്ലേ? പഴയ പ്രകൃതം മരിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ചത്തു തീർന്നിട്ടുണ്ടോ? പോയോ? ഫുള്ളി ഫിനിഷ്ഡ് ആയോ? നോക്കിക്കേ, ദേഷ്യപ്പെടുന്ന സ്വഭാവം, മത്സരിക്കുന്ന സ്വഭാവം എല്ലാം തീർന്നോ? ഫുള്ളി തീർന്നോ? അങ്ങനെയല്ലേ ഇപ്പോൾ തോന്നുന്നേ? അപ്പോൾ നമുക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ വിശ്വാസ ജീവിതം, വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അനുദിനം ദൈവം നടത്തും ബ്രദറെ. അപ്പോൾ ദൈവ സൗഖ്യം തരും, ഇതൊക്കെയാണ് നമ്മുടെ വിശ്വാസം. ബ്രദറെ, ഞാൻ എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും ആരോടും പൈസ ചോദിക്കാറില്ല, ദൈവമാണ് നടത്തുന്നത്. നല്ല കാര്യമാണ്. അടുത്തത്, എനിക്ക് രോഗം വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാറില്ല ബ്രദറെ, ദൈവമാണ് എനിക്ക് സൗഖ്യം തരുന്നത്. ഞാൻ രോഗശാന്തി വിശ്വസിക്കുന്നു, നല്ല കാര്യമാണ്. പക്ഷേ ഈ വിശ്വാസം കൊണ്ടൊക്കെ നമുക്ക് കിട്ടുന്നത് എന്താ? പണം, രോഗശാന്തി, ഈ ലോകത്തിലെ കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പാപത്തെ ജയിക്കാൻ പറ്റുന്നത്? വയറുവേദന മാറുന്നുള്ള വിശ്വാസം നല്ല വിശ്വാസമൊക്കെയാണ്, പക്ഷെ അതുകൊണ്ട് വയറുവേദന മാറ്റാനേ കൊള്ളുള്ളൂ. സ്വർഗത്തിൽ പോകാൻ പറ്റില്ല, പാപത്തെ ജയിക്കാനും പറ്റില്ല. എൻ്റെ കടഭാരങ്ങൾ മാറും എന്നുള്ള വിശ്വാസം വളരെ നല്ല വിശ്വാസമാണ്, വേണം കേട്ടോ. വിശ്വാസമൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും കടഭാരങ്ങൾ മാറ്റാനല്ലാതെ നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനോ നീതീകരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? എന്ത് വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത്? അത് നമുക്ക് നോക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റായി. 8:10 കർത്താവ് വന്നാൽ ഞാൻ 100% സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? 100% കേട്ടോ. 99 ആവരുത്, തമാശ ആകരുത്, സീരിയസ് ആയിരിക്കണം. ആശിക്കുന്നുണ്ടോ? പോകണമെന്ന് ആശിക്കുന്നുണ്ടോ? ഉറപ്പില്ല. ആശിക്കുന്നതിൻ്റെ എന്തില്ല? ഉറപ്പില്ല. ചിലർക്ക് ആശയില്ല, ഉറപ്പുമില്ല. വേറെ ചിലർക്ക് ആശയുണ്ട്, പക്ഷേ ഉറപ്പില്ല. ഓക്കെ, ഉറപ്പുണ്ട് പക്ഷെ ആശയില്ലാത്തവരാരും കാണുകയില്ല, ആരും കാണുകയില്ല. പക്ഷെ നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ പറയട്ടെ. ദൈവം ഞങ്ങളെ സിംഗപ്പൂർ വരെ എത്തിച്ചു, ഇനി അവൻ അന്ത്യം വരെ നടത്താൻ. അന്ത്യം വരെ ഉള്ളൂ കേട്ടോ, അത് കഴിഞ്ഞുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല. നമ്മുടെ പിള്ളേരുടെ ഭാവി, വിദ്യാഭ്യാസം, അവരുടെ റിസൾട്ട്, നമ്മുടെ ജോലിയുടെ സ്ഥിരത, രാജ്യം, പിന്നെ ഇവിടെ എല്ലാം രോഗം വരെ നമുക്ക് പകരില്ല, ദൈവം നമ്മളെ കാത്തു, ഇങ്ങനെയൊക്കെ. ഇതെല്ലാം നല്ല വിശ്വാസമല്ലേ? ആണോ അല്ലയോ? ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ആശിക്കുന്നത്? ഇതൊക്കെയാണ് ആശിക്കുന്നത്. അതൊക്കെ നമുക്ക് ഉറപ്പുവാ. ഈ സ്വർഗത്തിൽ പോകാൻ ആശയുള്ളൊരു കൈവക്കാൻ പറഞ്ഞ എല്ലാവരും കൈവക്കുമെന്ന് എനിക്കറിയാം, പക്ഷെ ആശ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യാശ എന്ന് പറയുന്നത് ആശയേക്കാളൊക്കെ കൂടിയൊരു സാധനമാണ്. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആ ഞരക്കമാണ് പ്രത്യാശ. റോമാലേഖനം 8-ാം 23-ാം വാക്യം, 24-ാം വാക്യത്തിൽ പറയുന്നു, പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് രക്ഷാകരമായ ഉറപ്പ് നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ളതാണ്? 8-23 ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തെ സംബന്ധിക്കുന്നതാണ്. ആ പ്രത്യാശയുടെ ഉറപ്പിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? എന്താ ഞരക്കം?
രോഗം വന്ന് ഞരങ്ങുന്നു, അല്ലെ പണമില്ലാതെ ഞരങ്ങുന്നു, പിന്നെ ക്ലാസ് കേട്ട് ബോറടിച്ച് ഞരങ്ങുന്നു, 9 മണിക്ക് നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് 10 മണിയായിട്ട് നിർത്താതെ ഒരു സ്റ്റോറിയും കൂടെ ഒരു വാക്യം കൂടെ എന്ന് പറയുമ്പം ഇതെപ്പോൾ തീരുമെന്നറിയാതെ വാച്ച് നോക്കിക്കൊണ്ട് ഞരങ്ങുന്നു. ഇതെല്ലാം ഞരക്കമാണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഞരക്കത്തെക്കുറിച്ചല്ല. കർത്താവ് വരാൻ വേണ്ടി, അവൻ്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടി ഞരക്കത്തോടെ കാത്തിരിക്കും. ഞങ്ങളുടെ കൂട്ടായ്മയുള്ളൊരു സഹോദരനോട് പറഞ്ഞു, 18 വർഷമായി ചെയ്സേ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിന്? കർത്താവ് വരാൻ. ഞാൻ ചോദിച്ചു 18 വർഷത്തെ കണക്ക്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. കല്യാണം കഴിച്ച് നിങ്ങൾ വിചാരിച്ചെന്നാ അറിയാം, തല്ലിപ്പൊളി കാരണം എങ്ങനെയെങ്കിലും കർത്താവ് വന്നാൽ. അങ്ങനെയല്ല. അവർ ആ സഹോദരി പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്തു. എല്ലാ ദിവസവും എഴുന്നേറ്റ് രാവിലെ എന്ത് കഴിക്കും എന്ത് കുടിക്കും എന്ന് ചോദിക്കുന്നതിന് പകരം, കർത്താവ് ഇന്ന് നീ വന്ന ഞങ്ങൾ ഒരുങ്ങിയിരിക്കുമായിരിക്കുമോ? ഒരൊറ്റ ചോദ്യം കൊണ്ട് എഴുന്നേക്കണം, ഒറ്റ ചോദ്യം കൊണ്ട് ഉറങ്ങണം. 18 വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പറയാണ്, ഇപ്പം എനിക്ക് വിഷമം തോന്നുമോ, നമ്മുടെ കാലത്തെങ്ങാനും കർത്താവ് വരാതിരിക്കുമോ, ഇനി പിള്ളേരുടെ കാലത്ത് വല്ലതും ആയിരിക്കുമോ വരുന്നത്? ഈ ഫീലിങ്ങിനെയാണ് ഈ ഞരക്കമെന്ന് പറയുന്നത്. അത് വളരെ അപൂർവമായിട്ടാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നത്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഈ ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് പറഞ്ഞ ആ ദുരുപദേശങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? ഈ ക്രിസ്തുവിൻ്റേതല്ലാത്തൊരു നീതി സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രധാന അപകടം എന്ന് പറയുന്നത്, 2-3 അപകടങ്ങളുണ്ട്, വലിയ അപകടങ്ങൾ, അങ്ങോട്ട് നമുക്ക് എത്താൻ പറ്റില്ല. പ്രധാന അപകടം എന്ന് പറയുന്നത് രക്ഷയുടെ ഉറപ്പ് എടുത്തു കളഞ്ഞെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന രക്ഷയുടെ ഉറപ്പ് കൊടുത്താൽ പിന്നെ ഇവർ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകില്ലേ? അങ്ങനെ ജീവിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഒരു സൽപ്രവൃത്തിയും കൂടെ കൂട്ടി ഇത്രയൊക്കെ ചെയ്താൽ രക്ഷപ്പെടും എന്ന് പറയുവാണെങ്കിൽ അവർ അത്രയൊക്കെ ചെയ്ത് ശ്രമിക്കൂലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ രക്ഷയുടെ ഉറപ്പ് ഈ പ്രസംഗരെല്ലാം എടുത്തു കളഞ്ഞേക്കുന്നത്. പക്ഷെ അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്ഷയുടെ ഉറപ്പെടുത്ത് കളഞ്ഞവരുടെ വിശ്വാസത്തെയാണ് എടുത്ത് കളഞ്ഞത്. കാരണം പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പോൾ ഉറപ്പെടുത്ത് കളഞ്ഞതോടെ, ഉറപ്പ് മനുഷ്യപ്രവൃത്തികളിലേക്ക് മാറ്റിയതോടുകൂടി സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ളവരുടെ എണ്ണം വല്ലാതെ കുറഞ്ഞുപോയി. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഒരു അപകടം ഇതാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകില്ല. അപ്പം നിങ്ങളെല്ലാവരും എന്നെ നോക്കും, ഇയാളെ പോലെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ എൻ്റെ പ്രോബ്ലം എന്താണെന്നറിയോ? ഇപ്പം നമുക്ക് അയൽക്കാരനെ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ പോകും, അയൽക്കാരനെ വെറുതെ നരകത്തിൽ പോകും എന്നുള്ള തത്വം വിചാരിച്ചോ? അയൽക്കാരനോട് നിങ്ങളുള്ള മനോഭാവം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. 0% അല്ല എന്തായാലും സ്നേഹം, 100% അല്ല. ഇതിനിടയിലുള്ള ഏതോ ഒരു വാല്യൂ അല്ലേ? ആണോ അല്ലയോ? സമ്മതിച്ചോ? ആപേക്ഷികമോ? എത്ര കിട്ടിയാലാ സ്വർഗത്തിൽ പോകുന്ന മാർക്ക് പാസ്സാവുന്നേ? 100 എന്ന് പറഞ്ഞാൽ ആർക്കും ഇല്ല, ഈ പറയുന്ന ആൾക്കും ഇല്ല. അപ്പോൾ 100 എന്ന് പറയാൻ പറ്റില്ല, 0 അല്ല ആർക്കും. അപ്പം എവിടെയാണ് ഇതിൻ്റെ പാസ് മാർക്കെന്നും ഞാൻ എന്തോരമാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാൻ വയ്യ. അതുകൊണ്ട് ഇത്രയൊക്കെ മതിയോ സ്വർഗത്തിൽ പോകാനെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ എൻ്റെ ഉറപ്പ് പോയത്. നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ മാത്രം നന്നായിട്ടുണ്ടോ സഹോദരങ്ങളെ? സ്വർഗത്തിൽ പോകാൻ മാത്രം നന്നായിട്ടുള്ളവർ ആരെങ്കിലും കൈപോകോ? സ്വർഗത്തിൽ പോകാൻ മാത്രം നന്നായിട്ടില്ലാത്തവർ? നന്നായാലും നന്നായില്ലും പോയില്ലും പോയാലും കുഴപ്പമില്ലാത്തവർ? അപ്പോൾ നമുക്ക് നന്നാകാൻ ക്രിസ്തുവിൻ്റേതല്ലാത്തൊരു സ്റ്റാൻഡേർഡ് വെച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രക്ഷയുടെ ഉറപ്പില്ലാതായി പോകും. ആരെപ്പോലെ ആകണം നമുക്കറിയത്തില്ല, എന്തോരം അനുസരിക്കണം എന്നറിയത്തില്ല, ഒരാളെ സ്നേഹിച്ചാൽ എത്രമാത്രം പെർസെൻറ്റേജ് എന്നറിയില്ല, ക്ഷമിച്ചാൽ ഏത് ലെവൽ കഴിയുമ്പോഴാണ് ദൈവത്തിന് ഇഷ്ടമാകുന്നതെന്ന് അറിയത്തില്ല, സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ക്വാളിഫിക്കേഷൻ എപ്പോൾ കംപ്ലീറ്റ് ആവുമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയിലാണ് ഇന്ന് പലരും ഇരിക്കുന്നതിൻ്റെ കാരണം. അവർ ക്രിസ്തുവെന്ന പാറയിലേക്കല്ല നോക്കുന്നത്, ഇതിനിടയിലുള്ള ഏതോ ഒരു നീതിയുടെ ഇടത്താവളത്തിലേക്കാണ് നമ്മൾ സ്വാഭാവികമായി നോക്കുന്നത്. ഇനി ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, വി ആർ ഓൾ അൺക്വാളിഫൈഡ്. ഈസിയാണ്. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം അൺക്വാളിഫൈഡാണ്. ഈ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ദൈവത്തെ സമീപിക്കുന്നതും കുറച്ച് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ദൈവത്തെ സമീപിക്കുന്നതും 2 രീതിയിലാണ്. കുറച്ച് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ, ഇപ്പം ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളെല്ലാവരും പരീക്ഷ എഴുതി, എല്ലാവരും തോറ്റു, എല്ലാവരും എക്സാമിനേഷൻ തോറ്റു. പക്ഷേ ഈ ന്യായപ്രമാണം കയ്യിലുള്ളൊരു പ്രയോജനമുണ്ട്. എല്ലാവരും വിചാരിച്ചിരുന്നത് 35 മാർക്കാണ് ജയിക്കാൻ വേണ്ടത്,
ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് സ്നാനമൊക്കെ പെട്ട് വേർപെട്ട് വീട്ടുകാരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കി ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് താമസം വില കൊടുത്തിറങ്ങി, അല്ലേ വില കൊടുത്തിറങ്ങിയല്ലേ നമ്മളെല്ലാം, ഭയങ്കര വിലയല്ലേ കൊടുത്തേക്കുന്നത്. ഈ വിലയെല്ലാം കൊടുത്ത് ഇറങ്ങിയവരായതുകൊണ്ട് ദൈവം ഒരു 30-32 മാർക്ക് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇനി 3 മാർക്കിൻ്റെ ഒരു കുറവ് നമുക്കുണ്ട്. അതിങ്ങനെ 4 ഉപവാസം എടുത്തും പ്രാർത്ഥിച്ച് അതിന്മേൽ ജയം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 35 സ്വർഗത്തിൽ പോയി. ഇങ്ങനെയാണ് ഒരു വലിയ പങ്ക് വിശ്വാസികളും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ന്യായപ്രമാണം എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് 32ഉം 30 അല്ല, എല്ലാം 0ആണ്. ഇതൊരിടത്ത് പോലും 1/2 മാർക്ക് പോലും വീണിട്ടില്ല. കാരണം ഞാൻ ചെയ്ത സൽപ്രവൃത്തി ഇൻറ്റു സ്നേഹം ആണ് റിസൾട്ട് എങ്കിൽ സ്നേഹം 0 ആയതുകൊണ്ട് ചെയ്തതൊക്കെ വെള്ളത്തിലാണ്, എല്ലാം 0 ആണ്. അപ്പം പ്രമാണം കയ്യിലുള്ളൊരു കാര്യം അറിയാം, ഇത് നടക്കുന്ന പരിപാടിയല്ല. പ്രമാണം കയ്യില്ലാത്തവൻ വിചാരിക്കുന്ന നാളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ വ്യത്യാസം എന്താണെന്ന്? അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് ഉറപ്പില്ലാത്ത ആർക്കാ? പ്രമാണം കയ്യിൽ ഇല്ലാത്തവർക്കാ. എന്ന് പറഞ്ഞാൽ പ്രമാണത്തിൻ്റെ അകം പൊരുൾ മാങ്ങാണ്ടി കിട്ടിയിട്ടില്ല. ഇവരതിന് പുറമേ ഉള്ള പൾപ്പ് കടിക്കുന്നേ ഉള്ളൂ, 1-2 കടി കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് മാങ്ങാണ്ടി ഉണ്ടെന്നുള്ള കാര്യം അറിയാൻ മേല. അപ്പോൾ ഇവർ വിചാരിക്കും ഇത് തീർത്താൽ പോരെ, നല്ല ടേസ്റ്റ് അല്ലേ, അതിപ്പോൾ ഞാൻ നാളെയും കൊണ്ട് തീർക്കും, അല്ലെങ്കിൽ അടുത്ത ഉപവാസപ്രാർത്ഥന കൊണ്ട് ഓക്കെ ആക്കുന്നതാണ് ചിന്ത. പക്ഷെ അത് അങ്ങനൊന്നും അല്ലെന്നും ഇതിനകത്ത് പറ്റാത്തൊരു കേസുണ്ടെന്നും ഈ കൽപ്പന അറിയുന്നവന് മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പോൾ ഉറപ്പുണ്ടാകണമെങ്കിൽ എവിടെ നിന്നുണ്ടാകണം? അഭക്തനെ, പ്രവർത്തിക്കാത്തവനെ നീതീകരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നവനും മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഞാൻ പോകും എന്ന് ഉറപ്പ് വരുന്നത്. അതിൻ്റെ കാരണം പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കാൻ കഴിയുന്ന, വിശ്വാസത്തിലൂടെ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവനെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എൻ്റെ വിശ്വാസം രക്ഷാകരമാകുന്നത്. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം ആപേക്ഷികമാണ്, അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ശരിക്കും പറയുന്നത് പ്രവർത്തിക്കാത്തവനായ അഭക്തനെ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നല്ല പൗലോസ് പറയുന്നത്. പൗലോസ് പറയുന്നത് നിങ്ങൾ ദൈവത്തെ സമീപിക്കുമ്പോൾ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തിക്ക് പകരം തരുന്ന ദൈവത്തെ ആണെങ്കിൽ അത് കടം വീട്ടുന്ന ദൈവം അല്ല നമുക്കുള്ളത്, അത് രക്ഷാകരമല്ല. എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നിയമത്തെ നോക്കി മനസ്സിലാകുമ്പോൾ, ഐ എം എ സിന്നർ എന്ന് ഞാൻ കൺവിക്ട് ചെയ്യപ്പെടുമ്പോൾ, ഐ എം ഹെൽപ്ലെസ് എന്ന് ഞാൻ മനസ്സിലാകുമ്പോൾ, കർത്താവേ നീ അഭക്തനെ നീതീകരിക്കുന്ന, പ്രവർത്തിക്കാത്തവനെ കൊണ്ടുപോകുന്ന ആളാണല്ലോ, അത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഹീസ് എ ബ്രോക്കൺ മാൻ. അവനെ തന്നെ ആശ്രയിക്കുന്നില്ല. അതാ സർക്കംസിഷൻ, സ്പിരിച്വൽ സർക്കംസിഷൻ നടക്കുന്നവരുടെ പ്രത്യേകതയാണ്. ക്രൂശിൽ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവരുടെ പ്രത്യേകതയാണ്. അവർ ജഡത്തിൽ പുകഴുന്നില്ല, അതിലൊരു മെറിറ്റും കൗണ്ട് ചെയ്യുന്നില്ല. ആത്മാവിലാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം അവർക്ക് ജഡപ്രകാരം ഒന്നും കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാനില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു ബ്രോക്കൺനെസ്സിലേക്ക് നമ്മൾ പോയി കഴിയുമ്പം, ഞാനില്ല എന്നുള്ള ആ ഒരു തകർച്ചയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, കർത്താവുണ്ട്. അത് മനസ്സിലാകണേ. ഞാനില്ല എന്നുള്ള ആ ഉറപ്പിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് എനിക്കൊരു പകരം ഒരാളുണ്ട്. അവനിലേക്ക് ഞാൻ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഞാൻ ഭക്തനുമല്ല, പക്ഷെ അവൻ്റെ കരുണ എന്നെ അവിടെ എത്തിക്കും. ഇത് തികച്ചും ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നല്ലവനായോണ്ടല്ല, അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. അവൻ്റെ സൽപ്രവൃത്തി, നല്ല പ്രവൃത്തി എന്നിൽ ആരംഭിച്ചതിനെ അവൻ പൂർത്തീകരിക്കാൻ കഴിവുള്ളവനായതുകൊണ്ടും അഭക്തനെയും പ്രവർത്തിക്കാത്തവനെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അവന് കഴിയുന്നത് കൊണ്ടുമാണ് ഞാൻ സ്വർഗത്തിൽ പോകുന്നു ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിശ്വാസമാണോ ഉള്ളത് കുറച്ചുകൂടെ നന്നായിട്ട് പോകാമെന്ന്? പ്രിയ സഹോദരങ്ങളെ, ഒരിക്കലും പോകാൻ പോകുന്നില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെതല്ലാത്തൊരു നീതി പ്രസംഗിച്ചപ്പോൾ, പ്രവൃത്തി ആഡ് ചെയ്തപ്പോൾ, ആരുടെ പ്രവൃത്തി എന്ന് പറയാത്തത് കൊണ്ട് എല്ലാവർക്കും ഉറപ്പില്ലായ്മ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായി. സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് നഷ്ടപ്പെടുത്തിയത് ഈ വിരുദ്ധോപദേശമാണ്. ഏതാ? സെമി പെലേജിയൻ ഉപദേശം. ഞാൻ ഉച്ച കഴിഞ്ഞുള്ള സെഷനിൽ ആ വിഷയമാണ് സംസാരിച്ചത്. അതൊരു പക്ഷേ വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ വിചാരിക്കുന്നു. സെമി പെലേജിയൻ ഉപദേശിക്കുമ്പോൾ സംഭവിക്കുന്നത്, ഫസ്റ്റ് തിങ് ഈസ് യു ആർ റോബ്ഡ് ഓഫ് യുവർ ഫെയ്ത്ത്. വിശ്വാസത്തെ അത് കൊള്ളയടിക്കുന്നു. ആർക്കും ഒരു ഉറപ്പുമില്ല സ്വർഗത്തിൽ പോയില്ലോ എന്ന്. നമ്മൾ ഓടി നോക്കാം, സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഓടി നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തിനു വേണ്ടിയായിരിക്കും? സ്നേഹത്തിലായിരിക്കില്ല, എങ്ങനെയെങ്കിലും അപ്പുറച്ചാടാൻ വേണ്ടിയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ വിശ്വാസം എന്ന എന്തിൻ്റെ ഉറപ്പാണ്? പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. ഇഫ് യു ഡോണ്ട് ഹാവ് എൻ അഷുറൻസ് ഓഫ് വാട്ട് യു ഹോപ്പ് ഫോർ, യു ആർ നോട്ട് എ ബിലീവർ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രത്യാശയുടെ ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ചർച്ചിൽ ചെന്നപ്പോൾ അവർ 2ാം നില പണിയുക. ഞാനത് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. ചർച്ചിൻ്റെ 2ാം നില പണിയാൻ വേണ്ടി ആലോചിക്കുക. 5-6 പേരേ ഉള്ളൂ ചർച്ചിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ 2ാം നില? പറയാം, വാഗ്ദത്തം ഉണ്ട് ബ്രദറെ. ഞാൻ പറഞ്ഞു, എന്ത് വാഗ്ദത്തം? എത്ര അധ്യായം, എത്ര വാക്യം? നമ്മൾ വാക്യവും വാഗ്ദത്വമൊന്നുമല്ല, അത് കഴിഞ്ഞ ആഴ്ച ഒരു പ്രവാചകൻ വന്ന് പറഞ്ഞാൽ അത്ര 2ാം നില പണിയൊന്നും. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകന്മാർക്ക് 1 നിലയുള്ള ചർച്ചിനേക്കാൾ ഇഷ്ടം 2 നിലയുള്ള ചർച്ച. കാരണം അവർക്ക് പിന്നെയും
വരുമ്പോൾ ആൾക്കാർ ഇഷ്ടം പോലെ കാണും. അതാണ് എക്കണോമിക്കലി വയബിൾ. ഞാൻ പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ നില പണിത് നിങ്ങൾ കടം മേടിച്ച് ആകെ പ്രതിസന്ധി ആകുന്നതിനേക്കാളും പകരം ഉള്ളവരെ കർത്താവിൽ വളർത്താൻ നോക്ക്. അവർക്ക് ഈ പ്രവാചകൻ കൊടുത്ത വാഗ്ദത്തത്തിൽ ഭയങ്കര വിശ്വാസമാണ്. പക്ഷെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാഗ്ദത്തം തന്നായിരുന്നു, ഞാൻ പോയാൽ ഞാൻ ഇരിക്കുന്നിട്ട് നിങ്ങളും ഇരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുള്ളൂ. അതാർക്കും വിശ്വാസമില്ല. കർത്താവ് അങ്ങനെയൊന്നും ചെയ്യുമെന്നില്ല. പ്രവാചകൻ പറഞ്ഞാൽ നടക്കും. ഈ ചില റോമൻ കത്തോലിക്കൽ വിളിച്ചത് യേശു ക്രിസ്തു ഒക്കെ ഉണ്ടെന്ന് എന്താ തെളിവ്? എനിക്ക് മറിയം മാതാവുണ്ട്, അത് അവർക്കൊരു സംശയമില്ല. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആരെഴുതി വെച്ചാന്ന് എങ്ങനെ അറിയാം? അവർക്ക് അതൊക്കെ സംശയമാണ്. ഭൂമി ഉണ്ടായത് എങ്ങനെ, അതൊക്കെ പരിണാമം, അതൊക്കെ മാതാവുണ്ട്, അതവർക്ക് ഒരു സംശയമില്ല. അതെങ്ങനെ അവർക്ക് ഉറപ്പായത്? ഇങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസം. വാഗ്ദത്തം ദൈവം തന്നതിനകത്തൊരു വിശ്വാസമില്ല, പക്ഷെ നാട്ടുകാർ തരുന്ന വാഗ്ദത്തം ഭയങ്കര വിശ്വാസം. ഇതെവിടെ നിന്ന് വന്നതായി ഈ പറയുന്ന ഈ സാധനം? ഇത് ദൈവത്തിൽ, അവൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വാസമില്ലാത്ത. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളാന്ന് വെറുതെ പറയുന്ന ഈ നിങ്ങൾ പിശാചെന്ന്. നമ്മൾ രാവിലെ കണ്ടില്ലേ അബ്രഹാമിൻ്റെ ഫെയ്ത്തും സാത്താൻ്റെ ഫെയ്ത്തും. ഈ അബ്രഹാമിൻ്റെ ഫെയ്ത്തും സാത്താൻ്റെ ഫെയ്ത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, സാത്താൻ്റെ ഫെയ്ത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. സാത്താന് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അറിയാം. പാപികൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു എന്നറിയാം, സാത്താൻ അറിയാം. സാത്താൻ പാപിയാണ്, പക്ഷെ അവനൊരു പ്രയോജനമില്ല. അതാണ് സാത്താൻ്റെ വിശ്വാസം. എബ്രഹാമിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും? അത് നീതിയായി വരും, നീതിമാനായിട്ട് അവനെ മാറ്റും. അത് അവൻ്റെ വിശ്വാസം. കാരണം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം ഇല്ലാത്തതിനുള്ള പോലെ വിളിച്ചു വരും ദൈവം എന്ന് വിശ്വസിച്ചപ്പോൾ അത് അവന് നീതിയായിട്ട് വരും. പക്ഷേ സാത്താൻ അങ്ങനെ നീതിയായിട്ട് വരില്ലെന്ന് മാത്രമല്ല, അവനതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അപ്പോൾ കർത്താവിൻ്റെ കാലത്ത് പരീശന്മാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ എബ്രഹാമിൻ്റെ പിള്ളേരാന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എബ്രഹാമിൻ്റെ മക്കളൊന്നുമല്ല, നിങ്ങൾ പിശാചിൻ്റെ വിശ്വാസമുള്ളവരാണ്. അത് തന്നെ യാക്കോബ് എടുത്ത് പറയുന്നത്. പിശാചിൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസമുണ്ട്, പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ എന്നിട്ട് കർത്താവ് പറയാണ്, നിനക്ക് എബ്രഹാമിനെ കുറിച്ച് എന്തറിയാം? അവിടെ നിനക്ക് എബ്രഹാമിന് വേണമെങ്കിൽ കല്ലിനകത്ത് മക്കളെ കൊടുക്കാൻ പറ്റുമായിരുന്നു. അതായിരുന്നു അവൻ്റെ വിശ്വാസം. നിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വം. അവൻ ഇല്ലാതായി പോയാലും അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന അവസാനത്തെ കണിയാണ് കണികയാണ് ഇസ്ഹാക്ക്. അവനും മരിച്ചുപോയി ബാലനായി. പിന്നെ എബ്രഹാമിന് പ്രായം എത്രയെന്ന് ആലോചിച്ച് നോക്കി. അപ്പോഴാണ് ഇവനെ സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എബ്രഹാം വിശ്വസിക്കുകയാണ്, ഇവനെ കൊന്നാലും ഇപ്പം ഇല്ലാതായാലും പുനരുത്ഥാനത്തിലൂടെ കർത്താവ് തിരിച്ചു വരും. വാഗ്ദത്തം ദൈവം തന്നെങ്കിൽ അത് ഡിവൈഫൈക്കാർ തരുന്ന പോലെയല്ല, അത് എന്നേക്കും നിലനിൽക്കുന്ന വാഗ്ദത്തമാണ്. അത് വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിൻ്റെ മക്കൾ. അതുകൊണ്ട് റോമർ 4 പറയാണ്, ആരെല്ലാം ഈ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ നീതീകരണത്തിന് വേണ്ടിയാണ് യേശുവിനെ ഉയർപ്പിച്ചതെന്ന് ആരെല്ലാം വിശ്വസിക്കുന്നു, അവർക്കെല്ലാം ആ വിശ്വാസം നീതിയായി കണക്കിടുന്നത്. റോമാലേഖനം 4 അവസാനത്തെ വാക്യമാണ്. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. പ്രിയ സഹോദരങ്ങളെ, അന്ത്യകാലത്ത് പിശാച് ഈ സെമി പെലേജിയൻ ഡോക്ട്രിനിലൂടെ അനേകം വിശ്വാസികളുടെ വിശ്വാസത്തെ തകർത്തിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഞങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് ഇത് ശരിയാക്കി എടുത്തോളാം എന്നാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്കല്ല, അവനവൻ്റെ ജഡത്തിലേക്ക് തിരിക്കുന്ന ഒരു ദുരുപദേശമാണ് ഈ സെമി പെലേജിയൻ ഉപദേശം. അതാണ് ഇന്ന് ഉറപ്പില്ലാത്തവർ. ഈ ഉറപ്പ് എന്തുകൊണ്ടാണ് ഇത്ര അത്യാവശ്യമായിരിക്കുന്നറിയോ? ഉറപ്പില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങൾക്ക് 4 പിള്ളേരാണ്. 4 പിള്ളേർ 3 പേര് അഡോപ്റ്റഡ് ആണ്. ഒരാളാണ് ഞങ്ങളുടെ സ്വന്തം മോൻ. 3 പേരെ ഞങ്ങൾ ദത്ത് വളർത്തിയാൽ. ഞങ്ങൾ മിഷൻ ഫീൽഡിൽ നിന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതിലൊരു കൊച്ച് ഇത്തിരി സ്ട്രേഞ്ച് ബിഹേവിയറാണ് പുള്ളിക്കാരി. അവൾ ഇന്ന് അപ്പം അങ്ങനെയൊക്കെയാണ് കുറച്ചൊക്കെ, എന്നാലും ഒത്തിരി മാറ്റം ഉണ്ടെങ്കിലും. അപ്പോൾ എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് കൊടുക്കും, ഇവൾക്കും ചോക്ലേറ്റ് കൊടുക്കും. പക്ഷേ ഇവൾ ചോക്ലേറ്റ് കഴിക്കില്ല. ബാക്കി എല്ലാ പിള്ളേരും കഴിക്കുന്ന ഇവൾ നോക്കിയിരിക്കും. ഒരു പ്രശ്നമില്ല, കാരണം അവളുടെ ഉണ്ടല്ലോ. എല്ലാവരും ചോക്ലേറ്റ് കഴിച്ച് കഴിയുമ്പോൾ ഇവൾ ചോക്ലേറ്റ് എടുക്കും. എന്നിട്ട് എല്ലാവരും കാണിക്കതായിരിക്കും. ഇപ്പം പിള്ളേരെല്ലാം ഇങ്ങനെ ഇവൾ ചോക്ലേറ്റോട് നോക്കിയിരിക്കും. അപ്പോൾ ഇത് 2-3 ദിവസമായി കഴിഞ്ഞപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ ഈ ചോക്ലേറ്റ് പെട്ടെന്ന് തിന്നാമെങ്കിലും നിനക്ക് വലിയ ഒരു ടേസ്റ്റുള്ള നല്ല ചോക്ലേറ്റ്, വലിയൊരു ചോക്ലേറ്റ് തരാമെന്ന് പറഞ്ഞു. ഇവളൊന്ന് അതൊരൊറ്റ വിഴുങ്ങലായിരുന്നു. റാപ്പർ അഴിച്ചോന്ന് പോലും എനിക്ക് ഓർമ്മയില്ല, അത്ര ഫാസ്റ്റാണ്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ലോക ജീവിതമുണ്ട്, ഒരു നാച്ചുറൽ മാൻ്റെ സുഖങ്ങളൊക്കെയുള്ള സന്തോഷങ്ങളൊക്കെയുള്ള ലൈഫുണ്ട്. ഈ ലൈഫ് വളരെ ഇഷ്ടമാണ് നമുക്ക്. അത് ഏറ്റവും മോടി പിടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലും. അപ്പോൾ ഈ സ്വാഭാവിക ജീവൻ എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് പോലെയാണ്. ഈ ചോക്ലേറ്റ് എപ്പോൾ തീർന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. ചിലപ്പം ഈ കൊറോണ ആയിരിക്കും അത് തീർത്തുകൊണ്ട് പോകുന്നത്, പറയാൻ പറ്റില്ല. നമുക്ക് ഇപ്പോഴും ഒരു ഉൾഭയമുണ്ട്, ഇതടുത്ത് എന്ത് സംഭവിക്കും. അപ്പോൾ ഈ ചോക്ലേറ്റ് തീരുന്നതിന് മുമ്പ് നമുക്ക് മാക്സിമം ഈ ചോക്ലേറ്റ് അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടൊക്കെ നുണഞ്ഞ് മാക്സിമം ഇതിൻ്റെ ചാറെടുത്ത് ഇത് പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിപ്പോകാതെ സൂക്ഷിച്ച് എന്തായാലും ഒരിക്കൽ തീരും. അങ്ങനെ നമ്മളിത് കഴിക്കുന്നത്. അതേസമയത്ത്
പിതാവ് വലിയൊരു ചോക്ലേറ്റുമായിട്ട് എത്ര കടിച്ചാലും അത് ടേസ്റ്റ് വർദ്ധിച്ചു വരുന്ന ഒരു ചോക്ലേറ്റുമായിട്ട് അപ്പുറത്തെ സ്ഥലത്ത് നദിക്ക് അക്കരെ നിൽക്കുന്നത് നമ്മൾ കണ്ടാൽ ഈ ചോക്ലേറ്റൊക്കെ വലിച്ചു പറിച്ച് എറിഞ്ഞിട്ട് നമ്മൾ ഓടി ചെല്ലുകയല്ലായിരുന്നോ? ചെന്നേനല്ലേ? എന്താ ചെല്ലാൻ പറ്റാത്തത്? അവിടെ അങ്ങനൊരു പിതാവ് നിൽപ്പുണ്ടെന്നും അങ്ങനൊരു ജീവൻ എനിക്കുണ്ടെന്നും എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടുത്തെ ഈ ചോക്ലേറ്റിൽ നിന്ന് അതിന് വഴക്കുണ്ടാക്കി, വേറൊരുത്തിൻ്റെ ചോക്ലേറ്റ് നീണ്ടുപോയാൽ, എൻ്റെ കുറഞ്ഞു പോയാൽ അതിന് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ വഴക്കാളികളായി നമ്മളിവിടെ ഇരിക്കാനുള്ള കാരണം നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ എൻജോയ്മെൻ്റ് അല്ലാതെ ഇനി വരാനിരിക്കുന്ന ഒന്നിനെക്കുറിച്ച് യാതൊരു പിടിയും ഇല്ലാത്തതുകൊണ്ടാണ്. ആ ഉറപ്പുണ്ടെങ്കിലേ ഇത് വേണ്ട എന്ന് വയ്ക്കാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചൊരു സാറിൻ്റെ അടുത്ത് ഞാനൊരു വിസിറ്റിന് ചെല്ലേണ്ടതായിട്ട് വന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ചേച്ചിന് വീടൊക്കെ ആയോ? ഞാൻ പറഞ്ഞു ആയല്ലോ. പുള്ളി പറഞ്ഞു, വീട് വയ്ക്കുന്നില്ല, സുശേഷ വേല പോവാണ്, സമ്പാദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീട് വെച്ചോ? ഞാൻ പറഞ്ഞു വീടുണ്ടായിരുന്നല്ലോ. 2 വർഷം മുമ്പ് നമ്മൾ കാണുമ്പോൾ വീടൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ വീട് വെച്ചോ ഇതിനിടയ്ക്ക്? ഞാൻ പറഞ്ഞു വീട് നേരത്തെ ഉണ്ടായിരുന്നല്ലോ. പുള്ളിക്ക് ശരിക്കും ദേഷ്യം വരുന്നത്, എന്ത് പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ പറഞ്ഞു നമ്മളെല്ലാം സുശേഷ വേലയ്ക്ക് വിളിച്ചപ്പോഴേ ദൈവം വീടൊക്കെ ഒരുക്കിയിട്ടല്ലേ വിളിച്ചത് എന്ന് വെച്ചാൽ പുള്ളി പറയും, ഓ ആ വീടാണോ? അത് നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ടെന്ന് പറയുമ്പോഴാണോ അഭിമാനം? അതോ നിങ്ങൾ വേർത്ത് അധ്വാനിച്ച് നിങ്ങൾ ജോലി കൊണ്ട് സമ്പാദിച്ച് നിങ്ങൾ കേരളത്തിലൊരു നല്ല വീട് പണിതെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏതാ ഒരു കുളിര് തരുന്ന, ഒരു സന്തോഷം തരുന്ന ഏതാ? നമ്മൾ പ്രശ്നത്തിലാണ് പ്രിയ മക്കളെ. നമ്മുടെ ഹോപ്പ് മുകളിലോട്ടല്ല, നമ്മുടെ ചിന്തകൾ മുഴുവൻ ഇവിടെ വ്യാപരിക്കുക. അതാണ് വിശ്വാസത്തെ എടുത്തു കളി. നമുക്ക് ഉറപ്പുണ്ടെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇഫ് ഐ ആം ഡെഡ് ഷുവർ ഐ വിൽ ബി ഹോം ഇൻ മൈ ഹോം ദെയർ. നമ്മളിവിടെ ഈ പരാക്രമം കാണിക്കില്ല. വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. പുനരുത്ഥാനത്തിലാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ നമ്മൾ മുകളിലോട്ട് നോക്കി നടക്കുള്ളൂ. ആരെ കണ്ടാൽ ഇവനിൽ നമ്പൂര് എങ്ങനെ ഉണ്ടാക്കാമെന്നല്ല, ഇവൻ എങ്ങനെ നിത്യജീവനിൽ എത്തിക്കാൻ നോക്കുള്ളൂ. നമ്മുടെ കാഴ്ചപ്പാട് സിംഗപ്പൂരും കേരളവും ഇന്ത്യയും ലോകവും US എല്ലാം ഒരുപോലെ കാണുള്ളൂ. കാരണം എല്ലാറ്റിനും മുകളിൽ മനോഹരമായൊരു ദേശം നമുക്കായി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള ആ ഒരു അഷുറൻസ് എനിക്കില്ലെങ്കിൽ ഈ ലോകത്തെ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ സെമി പെലേജിയൻ ദുരുപദേശം എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഉച്ചക്കത്തെ കഴിഞ്ഞുള്ള സെഷൻ കേട്ടവർക്ക് മനസ്സിലാവത്തുള്ളായിരിക്കും ഇത് എന്താ ഈ നേരത്തെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ. ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറഞ്ഞാൽ ലോകത്തെ ജയിക്കാൻ പറ്റാത്ത, നിത്യജീവനെക്കുറിച്ച് ഉറപ്പില്ലാത്ത, വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാത്ത ഒരു കൂട്ടത്തെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അപകടകരമായ കാര്യം. ഇന്ന് ആൾക്കാർ പറയുന്നത് നിത്യജീവനെ കാണിച്ചു കൊടുത്താൽ പിന്നെ ഇവർ എങ്ങനെയും ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അത് കണ്ടാലേ നമുക്ക് അതിലോട്ട് ജീവിക്കാൻ ആഗ്രഹം തോന്നുള്ളൂ. അതില്ലാതെ എന്ത് കാണിച്ചായി ജനങ്ങളെ രക്ഷിക്കുന്നത്? റോമാലേഖനം 5:10 വാക്യം വായിച്ചു നോക്കി. റോമാലേഖനം 5:10, 9, 10. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണേ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു. അപ്പൊ ദൈവത്തോട് നമ്മൾ നിരപ്പിക്കുമ്പം നമ്മുടെ ഷേപ്പ് എന്തായിരുന്നു? നമ്മുടെ ഷേപ്പ് എന്തായിരുന്നു? ശത്രുക്കളായിരുന്നു. അപ്പൊ ശത്രുക്കളോട് ദൈവം എന്ത് സ്നേഹമാണ് കാണിക്കുന്നത്? സ്വന്തം പുത്രനെ അങ്ങ് തരുക. ആർക്ക് വേണ്ടിയാണ് തരുന്നത്? ഈ ദൈവം നമുക്ക് അവന്റെ പുത്രനെ തന്നപ്പോൾ നമ്മുടെ ഷേപ്പ് എന്തായിരുന്നു? ശത്രുക്കളായിരുന്നു. അപ്പൊ ദൈവം പുത്രനെ കൊടുത്തത് ആർക്കാ? ശത്രുക്കൾക്കാ. ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ അവൻ കൊടുക്കുമെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടി എന്ത് തരും? ശത്രുവിന് വേണ്ടി സ്വന്തം പുത്രൻ്റെ ജീവനെ അങ്ങ് വെച്ച് തന്നേക്കുന്നെങ്കിൽ ഈ മകനായ എനിക്ക് വേണ്ടി അവൻ എന്ത് തരും? നിരപ്പ് വന്ന ശേഷം, മകനായ ശേഷം അടുത്ത വാക്യം, അവൻ്റെ ജീവനാൽ നിങ്ങളെ എത്രയധികം രക്ഷിക്കും. അല്പബുദ്ധികളെ, നിങ്ങളെ ശത്രുക്കളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം പുത്രനെ തരാമെങ്കിൽ ഇന്ന് മക്കളായിരിക്കുമ്പം അവൻ്റെ ജീവനാൽ അവൻ നിങ്ങളെ രക്ഷിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അവനോടുകൂടെ സകലതും നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? അവൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് മാറ്റിവെക്കുമോ? അവൻ നിങ്ങളെ നീതീകരിച്ചുവെങ്കിൽ അവൻ്റെ കൂടെയുള്ള വിശുദ്ധീകരണമോ തേജസ്കരണമോ സ്വർഗത്തിലെ അവകാശങ്ങളോ അവൻ്റെ കൂടെയുള്ള എന്തെങ്കിലും ഒന്ന് മാറ്റിവെക്കുമോ? അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് വാഗ്ദത്തം. പൗലോസ് പറയാണ്, എബ്രഹാം എങ്ങനെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചോ അതുപോലെ നമ്മൾ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുമ്പം ആ വിശ്വാസം ജെന്യുവിൻ ആണെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുന്നതാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, വി ഡോണ്ട് ബിലോങ് ഹിയർ. നമ്മൾ ഇവിടുത്തെ ആൾക്കാരല്ല. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങോട്ട് പോകേണ്ടവരാണ്. ആ അഷുറൻസ് ആണ് നമ്മളെ വിടുവിക്കുന്നത്. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം അറിയാം, ഐ ഡോണ്ട് ബിലോങ് ഹിയർ. ഓഫീസിൽ പ്രശ്നമാണോ? ഞാൻ കർത്താവിന് എന്ന പോലെ അധ്വാനിക്കുന്നു, ബാക്കി കർത്താവ് നോക്കിയോളും. മരിച്ച സ്വർഗത്തിൽ. ദാറ്റ്സ് ദ ഫ്രീഡം. മനസ്സിലാവുന്നോ? അത് തരുന്ന ഫ്രീഡമാണ് നമ്മളെ വിശ്വാസികളാക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ അഷുറൻസ് ഓഫ് തിങ്സ് ഹോപ്ഡ് ഫോർ. ഈ അഷുറൻസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പം കർത്താവിൻ്റെ നീതിയുടെ പവർ അതാണ്. നമ്മളിന്ന് വായിച്ചാൽ റോമാലേഖനം 1:16,
കർത്താവിൻ്റെ നീതിയുടെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസത്താൽ രക്ഷിക്കും. അതാണ് പവർ. ബാക്കി എല്ലാ നീതിയും പ്രവൃത്തിയാണ്. പ്രവൃത്തി എപ്പോഴും ആപേക്ഷികമാണ്. നിങ്ങൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കാര്യം ആലോചിച്ച് ഗിദെയോൻ ജീവിച്ചവരല്ല ദാവീദ് ജീവിച്ചത്, ദാവീദ് ജീവിച്ചവരല്ല യിരെമ്യാവ് ജീവിച്ചത്, എല്ലാം ഡിഫറൻറ്റാ. ഇവരെല്ലാം ന്യായപ്രമാണം പൂർത്തിയാക്കിയവരാ, അല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അവരെല്ലാം ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചവരുവാ. പക്ഷേ അവരുടെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം വ്യത്യാസമാണ്. കാരണം ഇതെല്ലാം ആപേക്ഷികമാണ്. ആരാ നല്ലത് ചീത്ത നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പുതിയ നിയമത്തിൽ നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ മനുഷ്യരും ഒരുപോലെ. നിങ്ങൾക്കറിയാം, ഈ പണ്ട് കാലത്ത് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കറുത്തവരും വെളുത്തവരും ഉണ്ടായിരുന്നു. അറിയോ? ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ലേ? ചില ക്രിസ്ത്യാനികൾ കറുത്തവരെ കയറ്റിയില്ലായിരുന്നു ചർച്ചിനകത്ത്. അപ്പം നമ്മൾ നോക്കുമ്പം നമ്മളിപ്പോഴും ചോദിക്കും, ഒരു കല്യാണത്തിന് പോയി പെണ്ണ് വെളുത്താണോ കറുത്താണോ? ചെറുക്കനോ? ആ, സന്തോഷമായി. പക്ഷേ സായിപ്പ് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മളെല്ലാം ബ്രൗണാണ്, വെളുത്തോ അല്ല കറുത്തോ അല്ല. അതുവരെ നമ്മൾ കുറേ വെളുത്തവും കുറേ കറുത്തവരും. സായിപ്പ്മാർ പറഞ്ഞു എല്ലാം നോക്കി ഒരുപോലെ ഇരിക്കുന്നു, എല്ലാം ബ്രൗൺ, എല്ലാത്തിനും ഇങ്ങനെ പിടിച്ച് ഒരു ചർച്ചിലോട്ട് ഇട്ടാലേ. അങ്ങനെയാണ് CSIയിൽ എല്ലാവരും വന്ന്. അതുപോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പം നമ്മൾ ചിലർ നല്ലവരും ചിലർ മോശവും ചിലർ. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ എല്ലാം ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് അല്ല, ഡാർക്ക്നെസ്, എല്ലാം ഡാർക്ക്നെസ്. ഞാൻ ശരീരത്തിൻ്റെ ബ്ലാക്ക്നെസ്സിനെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്, ഡാർക്ക്നെസ്സിനെ കുറിച്ച്. ഓൾ ആർ ദ സെയിം, എല്ലാം ഒന്നുപോലെ. എന്നിട്ട് പറയാം വെളിച്ചം ഒരിടത്ത് മാത്രമേ വരുള്ളൂ, ബാക്കിയെല്ലാം പോകാം. അപ്പോൾ അവനിൽ വിശ്വസിക്കുന്ന രക്ഷപ്പെടും. അപ്പോൾ അങ്ങോട്ട് നോക്കാൻ നമുക്ക് പ്രവൃത്തിയാൽ സാധിക്കില്ലാതാക്കിയത് എന്തിനാ? വിശ്വാസത്താലാക്കാൻ വേണ്ടി. ഇതെല്ലാം വിശ്വാസത്താലാക്കിയെങ്കിൽ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുള്ളൂ. പ്രമാണത്താലാക്കിയെങ്കിൽ കുറേ ആൾക്കാരെ, കഴിവുള്ളവരെ, നല്ല കുടുംബത്തിൽ പിറന്നവരൊക്കെ ജയിച്ചു പോയനെ. പക്ഷെ വിശ്വാസത്താലാക്കിയപ്പോൾ സകലരെ രക്ഷിക്കാൻ അതിന് കഴിയുമെന്നുള്ള അവസ്ഥ വന്നു. കാരണം അവരെല്ലാം നോക്കുന്നത് ആപേക്ഷികമായ പ്രവൃത്തിയാൽ സാധിക്കുന്ന നീതിയിലേക്കല്ല, ആപേക്ഷികമല്ലാത്തതും അബ്സല്യൂട്ടായതും യേശുവിൻ്റേതായതും വിശ്വാസത്താൽ മാത്രം കഴിയുന്നതുമായ ആ നീതിയുടെ പെർഫെക്ഷനിലേക്ക് നോക്കിയപ്പം ഈ വിശ്വാസത്തോടു കൂടെ പിന്നെ ഒന്നും കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. ആ ഫെയ്ത്ത് ഈസ് ഇനഫ്, ഫെയ്ത്ത് ഈസ് കംപ്ലീറ്റ്, ഫെയ്ത്ത് ബ്രിങ്സ് യു ക്രൈസ്റ്റ് ഹിംസെൽഫ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഫെയ്ത്താണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസം. എത്ര പേർക്ക് ഉറപ്പുണ്ട് സ്വർഗത്തിൽ പോകുന്നു? പ്രിയ സഹോദരങ്ങളെ, ആ ഉറപ്പ് ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കേൾക്കണം. ബൈ ഡോക്ട്രിൻ നമുക്ക് അറിയാം, പക്ഷേ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം നമ്മുടെ ആത്മാവോട് പറയും. അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്തിൻ്റെ ആത്മാവ് തരുന്നൊരു അഷുറൻസ് ഉണ്ട്. യു ആർ ബോൺ അഗെയിൻ, ഐ ഡൈഡ് ഫോർ യു. നിനക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്, നിൻ്റെ പ്രാണൻ നിനക്ക് വേണ്ടി എൻ്റെ പ്രാണനെ ഞാൻ തന്നതാണ്. ഐ ലവ് യു മോർ ദാൻ മൈസെൽഫ്. ആ ശബ്ദം ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ കേൾക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പുണ്ടാക്കി തരും. മനസ്സിലാവുന്നുണ്ടോ? ആ ശബ്ദം ആത്മാവിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ എത്ര പരാജയപ്പെട്ടാലും നമുക്ക് കേൾക്കാൻ പറ്റും. പുറകോട്ട് നോക്കല്ലേ, മുമ്പോട്ട് നോക്കിക്കോ, ഞാൻ നിന്നെ രക്ഷിച്ചതാണ്. പുറകോട്ട് നോക്കിയാൽ നമ്മൾ നിരാശപ്പെട്ടു പോകും. മുമ്പോട്ട് നോക്കി ഓടിക്കോ, നമ്മുടെ മുമ്പിൽ ഒരു ലക്ഷ്യമുണ്ട്. അത് യേശുവിൻ്റെ ജീവനാണ്. ഏതെങ്കിലും ഗുരുവിൻ്റെ പ്രവൃത്തികളാൽ നേടിയ നീതിയല്ല, യേശുവിൻ്റെ വിശ്വാസത്താൽ മാത്രം നേടുന്ന. നമ്മുടെ പ്രവൃത്തി അതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ച് നശിപ്പിക്കരുത് എന്നുള്ളത്. ഞാനിതിന് സാധാരണ ഒരു ഉദാഹരണം പറയുന്നത് എങ്ങനെ, ഒന്നുമില്ലാത്ത വെറും ശൂന്യന്മാരായ ആൾക്കാരെ രക്ഷിക്കാനുള്ളൊരു വഴിയുണ്ട് ദൈവത്തിന്. ഈ എക്സാമ്പിൾ പക്ഷേ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതിന് നല്ലൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ എന്നോടത് പറയാമെങ്കിൽ ഞാൻ പിന്നെ അത് പറഞ്ഞോളാം. പക്ഷേ ഇതിൽ നല്ലൊരു എക്സാമ്പിൾ ഞാൻ കണ്ടിട്ടില്ല അതിന്. ഞാൻ 10th ക്ലാസ് എഴുതുന്ന സമയത്ത് 1991 മാർച്ച് 45% പാസ് മാർക്ക് കേരളത്തിൽ, 55% തോറ്റ്. അപ്പം തോക്കുന്നവരുടെ കൂട്ടായ്മ ഭയങ്കര കൂട്ടായ്മയാണ്. നീ തോറ്റോടാ, ഞാനും തോറ്റു, ഞാനും തോറ്റു. നമുക്ക് ഏത് പാരലൽ കോളേജിലാണ് പോകണ്ടേ? പിന്നെ 2 പേര് പാരലൽ കോളേജ്. അറിയാമോ അത് പരിപാടി? പണ്ടത്തെ കാലത്തെ പാരലൽ കോളേജ്. ഇപ്പം 100 പേര് എക്സാം എഴുതി ഒരാളാണ് തോക്കുന്നത്, ബാക്കി 99 പാസ്സാവും. ഈ ഒരാൾ തോക്കുന്നവൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്നൊരുത്തൻ തോറ്റാൽ പോക്കാം, അതോടെ അവൻ്റെ ജീവിതം തീർന്നു. പഴയകാലത്ത് അങ്ങനെയല്ല. പഴയകാലത്ത് തോറ്റവരാണ് സ്ട്രോങ് ഫോഴ്സ്, അവരാ കൂടുതൽ. ചില സ്കൂളിലൊക്കെ എല്ലാവരും തോക്കുക, ചിലടത്ത് ഒരാൾ ജയിക്കുള്ളൂ. അപ്പോൾ അവനാണ് ഒറ്റപ്പെട്ടവൻ, ബാക്കി നീയൊക്കെ എന്തിനാടാ ജയിച്ചാന്നായിരിക്കും കൂട്ടുകാർ ചോദിക്കുന്നത്. നിനക്ക് വേറെ പണിയൊന്നുമില്ല, ജയിക്കാൻ നടക്കുന്നത്. അങ്ങനെയായിരിക്കും. ഇന്ന് നേരെ തിരിച്ചാ. നിങ്ങളിങ്ങനെ സങ്കല്പിച്ച് നോക്കിയേ, എത്ര എക്സാം എഴുതിയാലും 0 കിട്ടുന്നൊരു. ഇപ്പം നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും ഇയാൾ അത്ര 0 ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടില്ല എന്നതിനർത്ഥം. കാരണം ചേസിനെ നല്ല ലോകത്ത് ഏത് മനുഷ്യനെ കണ്ടാലും അയാളൊരു 0 ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം
നിങ്ങൾ കർത്താവിനെ നോക്കുന്നില്ല, ഈ മനുഷ്യനെ നോക്കി നന്നാവും നോക്കുകയെന്ന്. അത് വെറും പൊട്ടത്തരമാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഞാനിപ്പം ഈ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇപ്പം ഇന്നലെയായി, ഇന്നായി, നാളെയായി, നാളെ കഴിഞ്ഞായി, നാളെ കഴിഞ്ഞുണ്ടല്ലോ അല്ലേ? അപ്പോൾ എനിക്ക് എത്ര മാർക്ക് കർത്താവ് തരുമായിരിക്കും ഈ പ്രസംഗത്തിന് എന്നറിയാം? 0. ഒരു പ്രധാന കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ആരുടെയും അകപ്പേ ഇല്ല. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ റോഡിൽ ഇറങ്ങി നിങ്ങൾ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പോലും വരികയില്ല. എനിക്ക് ഓർമ്മശക്തിയും വളരെ കുറഞ്ഞ ഒരാളാണ്. കാരണം പാസ്റ്റർമാർക്കൊക്കെ സാധാരണ ഭയങ്കര ഓർമ്മശക്തിയാണ്, എനിക്കതില്ല. കഴിഞ്ഞ ഡിസംബറിൽ ഞാനൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. ചർച്ചിൻ്റെ ക്യാമ്പായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു അങ്കിൾ എന്നോട് തോന്നു പറഞ്ഞു, പാസ്റ്റർ ഓർക്കുന്നുണ്ടോ എന്നെ? ഞാൻ പറഞ്ഞില്ല. അത് കഴിഞ്ഞ 6 മാസം മുമ്പ് പാസ്റ്റർ ഞങ്ങളുടെ ചർച്ച വന്നായിരുന്നില്ല. അതെ, അന്ന് 3 ദിവസം ഞങ്ങളുടെ വീട്ടിലാണ് താമസിച്ചത്. പാസ്റ്റർ വിചാരിക്കുക അയാളെ സിംഗപ്പൂർ കൊണ്ടുവന്ന് വെറുതെ ആയിരുന്നു, വഴി കണ്ടാൽ പോലും അറിയുന്നത്. ഈ മനുഷ്യൻ നിങ്ങളുടെ അകപ്പയുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഇയാൾ എന്തായി പറയുന്നത്, വഴി കണ്ടിട്ട് പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചറിയാത്ത ഇവനാണ് അകപ്പെ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ പ്രസംഗിക്കുന്നതിനെല്ലാം 100 കിട്ടിയേനെ എനിക്ക് യേശു പ്രസംഗിക്കുന്ന പോലെ ആയിരുന്നെങ്കിൽ. യേശു പ്രസംഗിച്ചപ്പോൾ എല്ലാത്തിനും 100 ആവാൻ കാരണം അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അകപ്പെ അത് 100% ഫ്ലോയിങ് ആയിരുന്നു. അവൻ കേൾക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ വരെ അവൻ തയ്യാറായിരുന്നു. ഇപ്പോൾ ഒരു തോക്കുഞ്ഞുകൊണ്ട് ഒരാൾ വന്നാൽ ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യം ഈ വഴി ഓടുന്നത്. ഞാൻ പറഞ്ഞ നമ്മുടെ ജഡത്തിൽ നമുക്ക് തോന്നും ഞാൻ കർത്താവിൻ്റെ മരിക്കുമെന്നൊക്കെ, പക്ഷെ ശരിക്കും നിൽക്കുമോ എന്ന് അറിയണമെങ്കിൽ ആ സമയത്ത് പരീക്ഷിക്കപ്പെടുമ്പം നമ്മുടെ പ്രതികരണം നോക്കിയാൽ. ജഡം കൊണ്ട് നിങ്ങൾ നിൽക്കുന്നെന്ന് തോന്നുന്നുണ്ടോ, വീഴാതിരിക്കാൻ സൂക്ഷിച്ചോ. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യനിലും എന്തില്ല, പുകഴുവാൻ ഒന്നുമില്ല. നമുക്ക് കുഞ്ഞുങ്ങൾ ബഹളം വെച്ചാൽ കുഴപ്പമില്ല, വലിയവർ അതിൻ്റെ കൂടെ പോകുമ്പോഴാണ് നമ്മൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ ഫെയ്ത്ത്, ആ വിശ്വാസം, അവനെ നമുക്ക് നേടിത്തരുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്. അപ്പോൾ ആ ഫെയ്ത്തോടെ എങ്ങനെ നമ്മൾ രക്ഷിക്കും? ഇപ്പോൾ ഈ ഒരു കൊച്ചുണ്ട്, നേരത്തെ ഒരു ക്ലാസ്സിൽ ഒരു വക അറിയാൻ പറ്റാത്തൊരു കൊച്ച്, ഇവനെ എങ്ങനെ രക്ഷിക്കും എന്ന് നമുക്ക് നോക്കാം. 0 എത്തിയവരെ മാത്രം രക്ഷിക്കാനുള്ളൊരു സ്കീമുണ്ട്. 10 മാർക്ക് മേടിക്കുന്നതിന് രക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലായോ? കഴിവുള്ളവനെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ എന്തെങ്കിലും സ്കീമുണ്ടോ? അങ്ങനെ ഒരു സ്കീമുണ്ട് ഗവൺമെൻറ്റിന്, ഇന്ത്യൻ ഗവൺമെൻറ്. സിംഗപ്പൂർ ഗവൺമെൻറ് ഉണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. നമുക്ക് ആ ഗവൺമെൻറ് സ്കീം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരക്ഷരം പോലും എഴുതാനോ പഠിക്കാനോ ഒന്നും അറിയാൻ പറ്റൊരു കൊച്ചുണ്ട്. 10ാം ക്ലാസ് വരെ എത്തി, ഓൾ പ്രൊമോഷൻ കാരണമാണ്. ഇവൻ എക്സാം എഴുതാൻ പോവാം. 10ാം ക്ലാസ്സിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസം. എൻ്റെ കഥയെ ചോദ്യമില്ല, ഒറ്റ എക്സാം ഉള്ളൂ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനോട് ടീച്ചർ ഒന്ന് പറയാണ്, മോനെ നീ എന്തായാലും ജയിക്കില്ല, തോക്കുള്ളൂ. ഇപ്പം പറഞ്ഞു, അത് അറിയാം ടീച്ചറെ, തോക്കുള്ളൂ. പക്ഷേ നിന്നോടൊരു നല്ല വാർത്ത ഞാൻ പറയാം. എന്താ? ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇടുന്നത് ഞാനാ. നല്ല വാർത്തയാണോ? നല്ല വാർത്തയാണ്. കാരണം പുസ്തകം മുഴുവൻ പഠിക്കണ്ട. ഈ ടീച്ചർ ചോദ്യപേപ്പർ കൊടുക്കുകയാണെങ്കിൽ, അവൻ പറഞ്ഞു, ടീച്ചർ എനിക്ക് ഈ ചോദ്യപേപ്പർ തരുവാണെങ്കിൽ പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടത് മാത്രമേ ഞാൻ എഴുതുള്ളൂ. എനിക്ക് 35 മാർക്ക് മതി, എനിക്ക് വലിയ മാർക്കൊന്നും വേണ്ടിയില്ല, കഷ്ടിച്ച് അപ്പുറത്തൊന്ന് കയറിയാൽ മതി. അതുകൊണ്ട് ടീച്ചർ ചോദ്യപേപ്പർ എനിക്ക് തരാമെന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ നിനക്കറിയാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ, പക്ഷേ നീ ഉത്തരം എഴുതില്ല. കാരണം നമുക്കറിയാമല്ലോ, സ്നേഹിക്കണമെന്ന്, ക്ഷമിക്കണമെന്ന്, കരുണ കാണിക്കണം, താഴ്മ കാണിക്കണം. അറിയാമേത്ത ആരെങ്കിലും ഉണ്ടോ? പറ്റാത്തതുകൊണ്ടല്ലേ. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പൊടിയായി ഏൽപ്പിക്കുന്നു, താഴ്ത്തി ഏൽപ്പിക്കുന്നു, താഴ്ത്തി സമർപ്പിക്കും. എവിടെയെങ്കിലും താഴ്ന്നിട്ടുണ്ടോ? എൻ്റെ ഒരു സുഹൃത്ത് താഴ്മ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയായിരുന്നു. നല്ല പുസ്തകമാണ്. പുസ്തകം എഴുതി കഴിഞ്ഞാൽ അദ്ദേഹം ഒത്തിരി താഴ്മയുള്ള ആളായതുകൊണ്ട് പേര് വയ്ക്കാതെ പരദേശി എന്ന് വെച്ചാൽ എഴുതിയത്. പക്ഷേ എല്ലാം എഴുതി കഴിഞ്ഞാൽ എന്നോട് ഒന്ന് സഹോദരൻ പറയാണ്, ചേസ എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എഴുതിയ ആൾക്ക് ഈ താഴ്മ എന്ന് പറയുന്ന സാധനം ഇല്ലല്ലോ എന്ന്. അപ്പോൾ പുള്ളിക്ക് താഴ്മയുള്ളതുകൊണ്ടത് മനസ്സിലായത്. താഴ്മ ഇല്ലായിരുന്നെങ്കിൽ അത് മനസ്സിലാവത്തില്ലായിരുന്നു. ഒരു കഥ കൂടെ ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു ആൻറ്റി, പ്രായമായ ഒരു അമ്മച്ചി വന്നിട്ട് ഈ ഫ്രണ്ടിനോട് പറഞ്ഞു, പാസ്റ്റർ എന്നെക്കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. ഷോ, എന്താ ആൻറ്റി? ഞാൻ ഈ ചർച്ചിൽ ഏറ്റവും താഴ്മയുള്ള ആളെന്നാ പാസ്റ്റർ എല്ലാവരും പറയുന്നത്. അത് പറഞ്ഞോന്ന് അറിയാൻ വേണ്ടിയാണ്. അതും ഒരു താഴ്മയാണ്. നമുക്ക് ഈ താഴ്മ വേണമെന്നറിയാമെങ്കിലും പക്ഷെ അത് എവിടെ നിന്ന് വരുമെന്ന് അറിയാൻ മേല. സ്നേഹം വേണമെന്നറിയാം, എവിടെ നിന്ന് വരുമെന്ന് അറിയാൻ മേല. അങ്ങനെ അതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ചോദ്യം അറിഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ചോദ്യം എല്ലാം അറിയാമല്ലോ, ഉത്തരവില്ല. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ശരിയാ, നിൻ്റെ ചോദ്യം കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. ഒരു നല്ല വാർത്ത അങ്ങനെ പറയാം. ഈ പ്രാവശ്യം നിൻ്റെ പരീക്ഷയുടെ പേപ്പർ നോക്കുന്നത് ഞാനാണ്. അത് കൊള്ളാം അല്ലേ? അപ്പം പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടീച്ചറെ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എഴുതി വെക്കാം, ക്വസ്റ്റ്യൻ നമ്പർ, എന്നാൽ ക്വസ്റ്റ്യൻ തന്നെ പകർത്തി വെച്ചേക്കാം, എനിക്കതേ പറ്റുള്ളൂ.
ടീച്ചർ എവിടെയെങ്കിലുമൊക്കെ ശരിയിട്ട് 2, 6, 8, 3, 4, 2 കൊടുത്ത് എങ്ങനെയെങ്കിലും ഒരു 35 ആക്കി തന്നാൽ ഞാൻ ഈ പരിപാടി നിർത്തി പൊക്കോളാം. അപ്പോൾ ടീച്ചർ പറഞ്ഞു, എടാ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. കാരണം നീ ഇന്നേ ഒരു പരീക്ഷയ്ക്ക് 1/2 മാർക്ക് പോലും വാങ്ങിച്ചിട്ടില്ല. ഈ പരീക്ഷയ്ക്ക് നീ 35 മേടിച്ചാൽ ഉറപ്പായിട്ട് നിൻ്റെ പേപ്പർ എടുത്ത് നോക്കും, ഒന്നും ഇല്ലായിരുന്നു മനസ്സിലാവും. അപ്പോൾ എൻ്റെ പണിയും പോവും. അതുകൊണ്ട് നീതിയായതല്ല ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചോദിക്കും, ടീച്ചർ എന്നാൽ പിന്നെ എന്ത് സദ്വാർത്തയും കണ്ടാ വന്നത് അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ? ഇത് രണ്ടും ഒരു സദ്വാർത്ത ആയോ? ആയില്ല. പക്ഷെ ഇത് 2 സദ്വാർത്ത ആകാൻ പോവുക. പഴയ നിയമം വായിക്കുന്നതല്ല ഈ 2 കാര്യങ്ങൾ, അതിൽ അപൂർണമാണ്. ഇനി പുതിയ നിയമം കൂടെ വന്നു കഴിയുമ്പം ഇതെല്ലാം കറക്റ്റായിട്ട് കണക്റ്റ് ആവും. നോക്കിയോണേ. അപ്പോൾ ടീച്ചർ പറയടാ, ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതും കൂടെ ചേർത്താൽ ഈ ന്യൂസ് പൂർത്തിയാവുള്ളൂ. അപ്പോൾ എന്താ ടീച്ചർ? അത് നിനക്ക് എക്സാം എഴുതാനുള്ള ബുദ്ധി ഇല്ല എന്നുള്ള കാര്യം ഗവൺമെൻറ് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുകൊണ്ട് നിനക്ക് നിൻ്റെ എക്സാം ഒരു സ്ക്രൈബിനെ വെച്ച് എഴുതിപ്പിക്കാം. അതായത് നീ പറഞ്ഞു കൊടുത്താൽ വേറൊരുത്തിന് എഴുതിയാൽ മതി. അപ്പോൾ അവൻ പറഞ്ഞു, ടീച്ചർ അതുകൊണ്ട് എന്താ കാര്യം? എനിക്ക് എന്തെങ്കിലും അറിയണ്ടേ പറഞ്ഞു കൊടുക്കണമെങ്കിൽ? ഇപ്പോൾ ഒരുത്തിനെ വിളിച്ചിരുത്തിയാൽ അവൻ എഴുതാൻ പോകും, ഞാൻ പറഞ്ഞു കൊടുത്താലല്ലേ അവൻ എഴുതുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ ടീച്ചർ പറയുന്നു, എടാ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നിൻ്റെ സ്ക്രൈബ് ഞാനാ. അപ്പോൾ ആദ്യത്തെ വാർത്ത എങ്ങനെയുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് ഇയാൾ തന്നെ. നല്ല വാർത്തയായില്ലേ? ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്നതും ഇയാൾ തന്നെ. നല്ല വാർത്തയല്ലേ? ഇപ്പം നല്ല വാർത്തയായില്ലേ? കാരണം എന്താ? ആൾ തന്നെയാണ്. എത്ര മാർക്ക് കിട്ടുമായിരിക്കും? ഫുള്ളല്ലേ കിട്ടാൻ പറ്റുള്ളൂ. 99 ആണെങ്കിലോ നമുക്ക് ടീച്ചറോട് ചോദിക്കാം, പിന്നെ എന്തുദ്ദേശമായി ചോദ്യം ഇട്ടതെന്നല്ലേ ചോദിക്കാൻ പറ്റത്തില്ലേ? നിങ്ങൾ തന്നെ ഉത്തരം എഴുതിയിട്ടും 99, അതെങ്ങനെ ശരിയാവും? അപ്പോൾ ചോദ്യം ഇട്ട ആൾ എഴുതുമ്പോൾ 100 കിട്ടണ്ടേ? ന്യായമല്ലേ? അപ്പം എനിക്ക് പകരം ഈ ചോദ്യം ഇട്ടത് ആൾ തന്നെ എക്സാം എഴുതുവാണെങ്കിൽ എത്ര മാർക്ക് കിട്ടും എനിക്ക്? ഇനി 100-ൽ നിന്ന് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ ഇയാളോട് പറയണം, ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ തന്നെ എഴുതാം. അവിടെ എത്ര കിട്ടും? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഈ 0 മേടിക്കാനുള്ള കാരണം എന്താ? നമുക്കൊരു പകരക്കാരനെ ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തന്നെ എക്സാം മുഴുവൻ എഴുതുന്നത്, മുഴുവൻ മുട്ട വാങ്ങിച്ചു കൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ, ഞാനിത് ചുമ്മാ പറഞ്ഞാണോ നോക്കിയത്? ബൈബിളിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടോ നോക്കിയേ. ബൈബിളിലെ വാക്യമാണ് ഞാൻ വായിച്ചത്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 3, 4 വാക്യങ്ങളാണ് ഇപ്പം ഞാൻ വായിച്ചത്. വായിച്ചു. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നതിനെ സാധിപ്പിക്കാൻ ദൈവം തന്റെ പുത്രനെ. അപ്പൊ ജഡം മോശമായതുകൊണ്ട്, ന്യായപ്രമാണത്തിന് അനുസരിക്കാൻ പറ്റാത്തതുകൊണ്ട്, തോറ്റുപോകുന്നതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ പാപജഡത്തിന്റെ സദൃശത്തിൽ എന്ന് പറഞ്ഞാൽ പാപജഡത്തിലല്ല കേട്ടോ. യേശുക്രിസ്തു പാപജഡത്തിൽ വന്നു എന്നുള്ളത് വേറൊരു ദുരുപദേശം. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു, കേട്ടിട്ടുണ്ടോ? ദുരുപദേശമാണ്. യേശുക്രിസ്തുവിന് പാപം ചെയ്യാൻ പറ്റുമായിരുന്നു, പാപചിന്തകളുണ്ടായിരുന്നു. ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? ചിന്തിച്ചു ഈ കല്ലിനെ അപ്പമാക്കി മാറ്റിയാലോ ചിന്തിച്ചു, വേണ്ടാന്ന് വെച്ചു. പ്രവൃത്തിയില്ല, മരമുണ്ട് ഉള്ളിൽ, ഫലം പുറപ്പെടുവിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോൾ യേശുക്രിസ്തു യാഗമായി മാറി എനിക്ക് പകരമാവാൻ പറ്റുമോ? പറ്റുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൽ പാപമുണ്ടായിരുന്നില്ല, പാപചിന്തകളും ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹി വാസ് പ്യുവർ ആൻഡ് പെർഫെക്റ്റ് ഓഫറിങ് ഇൻ മൈ പ്ലേസ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപജഡത്തിലല്ല, പാപജഡത്തിൻ്റെ സദൃശ്യത്തിലും പാപനിമിത്തം അയച്ചു. അപ്പം ഈ പാപജഡത്തിൻ്റെ സദൃശ്യത്തിൽ എന്തിനാ അയച്ചത്? എൻ്റെ പാപനിമിത്തം. എനിക്ക് കൽപ്പന പൂർത്തിയാക്കാൻ പറ്റുന്നില്ല, ആൻസർ എഴുതി തീർക്കാൻ പറ്റുന്നില്ല. അതിന് പകരം ഇത് പൂർത്തിയാക്കാൻ ഒരാളെ ദൈവം അയച്ചു. അവൻ 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, അല്ല ഒരു വാക്യം, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പം ശരീരത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കണമായിരുന്നു നമ്മൾ. ആ ശിക്ഷ ആരെടുത്തു? യേശു എടുത്തു. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പം ആരിലത് നിവൃത്തിയായത്? എന്നിൽ നിവൃത്തിയാകാൻ വേണ്ടിയാണ് യേശു എന്ത് ചെയ്തത്? എനിക്ക് പകരം വന്നത്, പൂർത്തിയാക്കിയത്. അപ്പോൾ ഞാൻ വിശ്വാസത്താൽ ആത്മാവിൽ ജീവിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിവൃത്തിയാകുന്ന ആര് പൂർത്തിയാക്കിയ നീതിയാ? യേശു പൂർത്തിയാക്കിയ നീതി. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ ജഡം കൊണ്ടത് കഴിയാത്തത് കൊണ്ട് എനിക്കൊരു പകരക്കാരനെ കർത്താവ് വിട്ടു. ഓക്കെ, അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ എനിക്ക് പകരമായി മരിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സംശയമില്ല. പക്ഷേ ഈ ഫെയ്ത്ത് നമ്മളോട് പറയുന്നത് അങ്ങനെയല്ല. അത് മാത്രമല്ല, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു മാത്രമല്ല, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എൻ്റെ പകരക്കാരനാണ്. ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ഹൂ ലിവ്സ്.
അതാണ് ഫെയ്ത്ത്. വിശ്വാസം എന്നിലേക്ക് എത്തിക്കേണ്ടത് പൈസയല്ല, വിശ്വാസം എന്നിലേക്ക് എത്തിക്കേണ്ടത് രോഗസൗഖ്യമല്ല, വിശ്വാസം എന്നിലേക്ക് എത്തിക്കേണ്ടത് എന്നെ രക്ഷിച്ച കർത്താവിനെ തന്നെയാണ്, എൻ്റെ പകരക്കാരനെയാണ്. ഈ പുൽപ്പിറ്റിലേക്ക് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്തിക്കേണ്ടത് എൻ്റെ പകരക്കാരനായ ക്രിസ്തുവിനെയാണ്. ഞാനല്ല, ക്രിസ്തു അത്രേ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് പകരം നിങ്ങളോട് കർത്താവ് സംസാരിക്കും എന്നിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ മഹത്വം അവനാണ് അകപ്പെ പൂർത്തീകരിക്കുന്നത്. നിങ്ങൾക്കിത് കേൾക്കുമ്പം തോന്നില്ലേ കർത്താവിന് ഞങ്ങളോട് ഭയങ്കര സ്നേഹം തോന്നില്ലേ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? അത് മനസ്സിലാകുന്നത് എനിക്ക് സ്നേഹമുള്ളതുകൊണ്ടല്ല, കർത്താവിന് നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. അത് പറയാൻ വേണ്ടി എന്നെ വിട്ടിരിക്കുന്നത്, അവൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കുന്നത് വിശ്വാസത്താലാണ്. ഇറ്റ്സ് ഹിസ് പ്ലേസ്, ഐ സ്റ്റാൻഡ് ഹിയർ ഇൻ ഫെയ്ത്ത്. മനസ്സിലാവുന്നുണ്ടോ? ആ ഫെയ്ത്താണ് എന്നെ ഈ നീതിയിൽ സീറോക്കാരനല്ലാതെ എന്നെ രക്ഷപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ സിംഗപ്പൂർ വരെ വന്ന് നിങ്ങളോട് സംസാരിച്ചല്ല ഒരു സീറോ വാങ്ങിക്കാനാണെങ്കിൽ എത്ര അല്ലേ? അപ്പം എന്ത് സിമ്പിളാന്ന് നോക്കി, സിമ്പിളാ. ഒറ്റ ഫെയ്ത്ത് മതി. ഞാനല്ല, ക്രിസ്തു അത്രേ. വിശ്വസിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലെ കാഴ്ചപ്പാടെല്ലാം മാറിപ്പോവും. ആൾക്കാരോട് ഇടപെടുന്ന മാറിപ്പോവും. അവിടെ എല്ലാം ഞാൻ മരിക്കുക, എന്നെ മരണത്തിന് ഏൽപ്പിക്കുക. ഇതിനകത്തൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജാണ് വിശ്വാസത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതാണ് റോമർ 8:1. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക്. അപ്പോൾ നമ്മുടെ ശിക്ഷാവിധി മാറിപ്പോയി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കാഴ്ചയിൽ നോക്കിയാൽ നമ്മൾ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ വിശ്വാസത്താൽ നോക്കുമ്പം ഞാനല്ല, ക്രിസ്തു അത്രേ. കാഴ്ചയിൽ നോക്കുമ്പോൾ ആരാ ജീവിക്കുന്നത്? ഞാൻ തന്നെയാണ്. പക്ഷെ വിശ്വാസത്താൽ നോക്കുമ്പോൾ ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പോൾ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നത് വിശ്വാസത്താലാണ്. ഈ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം കൂടെ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ വളരെ ചുരുക്കമായിട്ട് ഞാനിത് പറയുന്നത്, ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ചുരുക്കമായിട്ട് പറയുന്നത്. എല്ലാവരും കേൾക്കേണ്ടതും ആയതുകൊണ്ടാണ്. എന്താണ് കാണാത്ത കാര്യവും ഇല്ലാത്ത കാര്യവും തമ്മിലുള്ള വ്യത്യാസം? ഇല്ലാത്ത കാര്യവും കാണാത്ത കാര്യവും. ഈ ഹാളിൽ ഇപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറയോ? ഇന്നത്തെ കാലത്തൊക്കെ എല്ലാം ഉണ്ട്. ഇതുണ്ടോ? വേറെ ഏതെങ്കിലും ഹാളിലായിരുന്നെങ്കിൽ നമുക്ക് ഇതെന്തെങ്കിലും ഇല്ലയെന്ന് പറയായിരുന്നു. അതൊന്നും എന്തില്ല? ഫാനില്ല, ഇല്ലാത്ത കാര്യം. ഓ, ആശ്വാസമായി, കാര്യം കണ്ടുപിടിച്ചല്ലോ. ഇനി ഉണ്ട്, പക്ഷെ കാണാനോ ശ്വസിക്കാനോ അറിയാനോ പറ്റാത്ത എന്തുണ്ട് ഈ ഹാളിൽ? ഉണ്ട്, പക്ഷെ നമുക്ക് ശ്വസിക്കാൻ പറ്റൂലേ? അനുഭവിക്കാനൊന്നും പറ്റാത്ത, ഇന്ദ്രിയങ്ങളാൽ അനുഭവിക്കാൻ പറ്റാത്ത. റേഡിയോസ്. എന്നാലും ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ആത്മീകമായിട്ട് പറയുമെന്ന് വിചാരിച്ചു. കർത്താവ് നമ്മുടെ ഇടയിലില്ലേ? ഇല്ലേ? റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ എന്നെ തകർത്ത് കളഞ്ഞു. കർത്താവ് 2-3 പേർ കൂടുന്നവരുടെ നടുവിൽ കർത്താവുണ്ടല്ലേ? ഓക്കെ, കാണാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇല്ലാത്ത ഫാൻ വിശ്വസിച്ച് കൊണ്ടിരുന്നതാണോ? കാണാത്ത കർത്താവിനെ കാണുന്നതാണോ ഫെയ്ത്ത്? വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ എല്ലാ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നാണോ? അതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണോ? നമ്മൾ ഇന്ന് പിശാച് എങ്ങനെ നമ്മുടെ വിശ്വാസം മറിച്ചേക്കുന്നത്? അബ്രഹാമിൻ്റെ ഫെയ്ത്തും സാത്താൻ്റെ ഫെയ്ത്തും. സാത്താൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് നിത്യതയിലോട്ട് പോവില്ല. സാത്താൻ്റെ ഫെയ്ത്ത് എന്ന് പറയുന്നത് മോഹിക്കുന്നതിൻ്റെ എല്ലാം ഉറപ്പാണ്. മോഹിച്ചോളാൻ പറയുന്നത് ആരാ? സാത്താനാ. നീ ഈ മഹത്വം എല്ലാം കണ്ടോ എന്ന് ചോദിച്ച് മോഹിപ്പിക്കാൻ നോക്കിയത് ആരാ? സാത്താനാ. അപ്പം സാത്താൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ മോഹങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പല പ്രവചനങ്ങളും സാത്താന്യമാകുന്നത്. എന്നോടുള്ള പറയാണ്, നിങ്ങൾക്ക് എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല, ഇത്ര തിരക്കായിരിക്കും. 2 വർഷം മുമ്പാണ് പറഞ്ഞു കേട്ടോ. അന്ന് ഈ തിരക്കില്ലായിരുന്നു. ഈ 1.5 വർഷമായിട്ടാണ് ഞാൻ ഇങ്ങനെ സത്യം പറഞ്ഞ ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ ശരിയാന്ന് തോന്നാം. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് അപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ എന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിക്കാൻ ശ്രമിക്കേണ്ട. കാരണം അത് മോഹിക്കാതിരിക്കാൻ, ഇങ്ങനൊരു വലിയ മിനിസ്ട്രി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ പാടുപെടുന്നത്. തന്നെയല്ല, എനിക്ക് എയ്റോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥ, എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രോഫസി വേണ്ട എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം ഇവർ നമ്മളെ മോഹിപ്പിക്കാൻ നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? നിന്നെയൊക്കെ ഒരു വിടുതൽ വെച്ചിരിക്കുന്നു, നിന്നെയൊക്കെ ഒരു ജോലി ഇവിടെ വരുന്നു, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്കും നമുക്കൊരു മോഹം. ഇപ്പം IELTS ഒക്കെ എഴുതിയിട്ട് തോറ്റും കഷ്ടപ്പെട്ടിരിക്കുന്ന പെൺപിള്ളേർക്ക് ഒരാശ്വാസമാണ് ഈ പ്രവാചകന്മാർ. നിന്നെ ഞാൻ എയ്റോപ്ലെയിനിൽ പോകുന്ന കാണുമെന്ന് പറയുമ്പം പാവ കൊച്ച് ലോണെങ്കിൽ ലോണ് എന്തെങ്കിലും അടയ്ക്കാൻ ഒത്തിരി കാണും. അപ്പം
ഈ ആകെ കഷ്ടതയുടെ വേദന എടുത്തിരിക്കുമ്പോഴാണ് പണ്ട് കാലത്ത് ഈ ആൾക്കാർ ഈ റോഡിൽ കൂടെ വന്ന് കലീഡോസ്കോപ്പിലൂടെ ഈ മൂവിയൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഇങ്ങനെ ഒരു സാധനം വെച്ച് പോട്ടെ, ഈ പ്രൊജക്ടറൊക്കെ കൊണ്ടുവന്ന് ഈ വഴിയിലൂടെ പണ്ട് കാലത്ത് അങ്ങനത്തെ ക്യാമറയൊക്കെ ഇടും, ഓർമ്മയുണ്ടോ? അതിനകത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പം പിക്ചർ മാറി മാറി. അതുപോലെ 2 മിനിറ്റ് നേരത്തേക്ക് നിങ്ങളെ കാണിക്കുകയാണ്. പ്ലെയിനെ കയറി പോകുന്നു, തണുപ്പുള്ള ദേശത്ത് ഇറങ്ങുന്നു. അത് കഴിയുമ്പം പുള്ളി അടുത്ത ആളുടെ അടുത്തോട്ട് പോകും, സ്വപ്നം തീർന്നു, ആ സ്വപ്നം കാണിച്ച് എൻ്റെ പൈസ കൊടുത്തേക്കുക, തീർന്നു. മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. മോഹങ്ങൾ കച്ചവടം ചെയ്യും. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ മോഹിപ്പിക്കുന്ന സ്പിരിറ്റ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അല്ല, അത് പ്രത്യാശ തരുന്ന സ്പിരിറ്റാണ്. ആത്മാവ് നമുക്ക് തരുന്ന ഉളവാക്കുന്ന പ്രത്യാശയാണ്. മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള നിശ്ചയവും സാത്താൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവൻ നമ്മളെ എല്ലാം പൂട്ടിയേക്കുന്നത് ഈ പ്രത്യാശ എടുത്ത് കളഞ്ഞിട്ട് മോഹങ്ങളെ വർദ്ധിപ്പിച്ച് വിശ്വാസത്തെയും അതിൻ്റെ ഒരു കുരുക്കാക്കിയിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മോഹങ്ങൾക്കൊരു കുറവുമില്ല, വിശ്വാസത്തിനൊരു കുറവുമില്ല. പക്ഷെ ഇത് രക്ഷാകരമായ വിശ്വാസമല്ല, നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പല്ല, ലോകത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. കാണാത്ത കാര്യങ്ങളെന്ന് പറയുന്നത് നിത്യത സംബന്ധിക്കുന്ന കാര്യമല്ല, ഇല്ലാത്ത കാര്യങ്ങളായിട്ട് മാറ്റി. എനിക്കില്ലാത്ത വീട് വരും, എനിക്കില്ലാത്ത കാറ് വരും, അങ്ങനെയാക്കി മാറ്റി. മനസ്സിലാകുന്നുണ്ടോ? ഇനി നമുക്ക് കാണാത്ത കാര്യം എന്താണെന്ന് കൂടെ നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4:18 കാണാത്ത കാര്യങ്ങൾ. വാട്ട് ആർ ദ അൺസീൻ തിങ്സ്? കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, കാണുന്നതിനല്ല, കാണാത്തതിനെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിനാണ് പ്രത്യാശ എന്ന് പറയുന്നത്. കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എങ്ങനെ? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അങ്ങനെയല്ലേ റോമാലേഖനം 8:24 പറയുന്നത്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാണാത്ത കാര്യങ്ങൾ എന്താ നോക്കിയേ? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പോൾ ഈ കാണാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ? നിത്യമായ കാര്യങ്ങളല്ലേ? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കാണാത്തതോ. അപ്പം വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പും നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയമല്ലേ? മനസ്സിലായോ ഞാൻ പറഞ്ഞ? അപ്പം നമ്മൾ ഇന്നെങ്ങനെ പൊതുജനം മനസ്സിലാക്കി വെച്ചിരിക്കുന്നു നോക്കി. അപ്പം സഭകളിലെല്ലാം സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഈ സെമി പെലേജിയൻ ടീച്ചിങ് വന്നിട്ട്, അതായത് വിശ്വാസം പ്ലസ് പ്രവൃത്തി എന്ന ടീച്ചിങ് വന്നപ്പോഴേക്കും പ്രത്യാശയെ തകർത്ത് കളയുകയും പിന്നെ ആൾക്കാർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ മോഹങ്ങൾ കൊടുക്കുകയും വിശ്വാസത്തെ അങ്ങോട്ട് വളച്ചൊടിക്കുകയും ചെയ്തത് ഈ ദുരുപദേശത്തിൻ്റെ അനന്തരഫലമാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. അപ്പോൾ ഈ കാണാത്ത കാര്യം എന്താണെന്ന് കൂടെ നമുക്ക് പറയാം. നിത്യമായ കാര്യങ്ങൾ. വാട്ട് ആർ ദീസ് എറ്റേണൽ തിങ്സ്? ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്തോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ പ്രസംഗിക്കുന്നതന്നെ? ദൈവം ആദ്യം സൃഷ്ടിച്ചത് എന്തോ? ആർക്ക് പറയാം? അല്ല, പ്രകാശമല്ല, ആകാശവും ഭൂമിയല്ല. ടൈം. ഇൻ ദ ബിഗിനിങ്, ആരംഭത്തിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. അപ്പോൾ അതിനു മുമ്പ് അനാദിയ, ഇറ്റേണിറ്റി. അവിടെയാണ് ദൈവം എന്ത് പറയുന്നത്? ഇന്ന് എന്നൊരു ദിവസം വെച്ചിരുന്നു. ആ ഇന്ന് എന്നൊരു ദിവസത്തെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഇന്ന് നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ, ആരുടെ പറഞ്ഞ? ഓൾറെഡി ഉള്ള പുത്രനോട് തന്നെ പറയുന്നത്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ദർ ഇസ് എ ടൈം. അങ്ങനെയാണ് ഇന്നുണ്ടാകുന്നത്, ടൈം ഉണ്ടാകുന്നത്. പുത്രൻ്റെ മഹാപൗരോഹിത്യത്തോടുകൂടിയാണ് ടൈം ഉണ്ടാകുന്നത്. ഹീസ് ആൻ ഇറ്റേണൽ പ്രീസ്റ്റ്. ഓക്കെ. മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. ചില ആൾക്കാർ വിശ്വസിക്കുന്നു പുനരുത്ഥാനം ചെയ്ത് കഴിഞ്ഞാൽ പുരോഹിതനായിരുന്നു. ഈ അടുത്തിടെയും കേട്ടോ അങ്ങനത്തെ ഈ അവിടെ ഇവിടവും വായിച്ചിട്ട് ഒന്ന് പ്രസംഗിക്കുന്നതിൻ്റെ അപകടം. അപ്പോൾ പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ കാൽവരി ക്രൂശിൽ യാഗം അർപ്പിച്ച ഏത് പുരോഹിതനാണ്? പുനരുത്ഥാനത്തിന് ശേഷം പുരോഹിതനായെങ്കിൽ കാൽവരി ക്രൂശിൽ യാഗം അർപ്പിക്കാൻ വേറൊരു പുരോഹിതൻ വന്നു. ആ മഹാപുരോഹിതൻ തൻ്റെ തന്നെ ശരീരത്തെ യാഗമായി അർപ്പിച്ചു എന്നല്ലേ പറയുന്നത്? അല്ലേ? അപ്പം ആ തലമുറകളോ ആദ്യം ഒന്നും ഇല്ലാത്ത അന്ത്യം വരെയും നിത്യനായ മഹാപുരോഹിതനായിട്ടല്ല യേശുക്രിസ്തു. ഈ യേശുക്രിസ്തുവിൻ്റെ നിത്യ പൗരോഹിത്യം നമ്മുടെ രക്ഷയുടെ തന്നെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. ദാറ്റ് സ്പീക്സ് അബൌട്ട് ഹിസ് ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ്. ഓക്കെ. അപ്പോൾ ദൈവം ആദ്യം ഉണ്ടാക്കുന്ന ടൈമാണ്. ടൈമിനകത്താണ് ആകാശം ഭൂമി. ഇവിടെ ടൈം തുടങ്ങിയെന്ന് വിചാരിച്ചോ, ഇവിടെ തീരുന്നെന്ന് വിചാരിച്ചോ. ആകാശം ഭൂമി മനുഷ്യർ എല്ലാം ഉണ്ടായി. അവസാനം കർത്താവ് വന്ന് ഇവിടെ ഈ സമയത്താണെന്ന് വിചാരിച്ചോ. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്, ഈ പോയിന്റിലാന്ന് വിചാരിച്ചോ. ടൈം തീരാൻ പോവുക. ഇതാണ് ടൈം ലൈൻ എന്ന് പറയുന്ന സാധനം. ഈ ടൈം തീരുമ്പം ഈ കാണാവുന്നതെല്ലാം തീരും. കാരണം ഇതെല്ലാം എവിടെ ഉണ്ടാക്കിയേക്കുന്നത്? സമയത്തിനകത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്ന പിള്ളേർ ആരെങ്കിലും ഉണ്ടോ? ഇത് ശാസ്ത്രം ഇങ്ങനെ തന്നെ പറയുന്നത്. അതായത്
ആപേക്ഷികത സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആൽബർട്ട് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ച സാധനമാണ് ആപേക്ഷികത സിദ്ധാന്തം. ഈ ആപേക്ഷികത സിദ്ധാന്തം പഠിപ്പിക്കുന്ന കാലത്ത് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ലായിരുന്നു. ഭയങ്കര ഗഹനമായ കാര്യമായിരുന്നു ഇന്നിപ്പോൾ ഈ സിലബസിലൊക്കെ ഉണ്ട്, ആൾക്കാർ പഠിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ യൂറോപ്പിലൊരു ശാസ്ത്രജ്ഞനും പിന്നെ ഈ ഐൻസ്റ്റീൻ്റെ ഡ്രൈവറിനും മാത്രമേ ഇതെന്താണെന്ന് അറിയുള്ളൂ എന്നൊരു ചൊല്ലുണ്ടായിരുന്നു. ഐൻസ്റ്റീൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ കാണാതെ പഠിച്ച, അവന് വിവരമൊന്നുമില്ല, എന്താണെന്ന് അറിയാൻ മേല. പക്ഷേ എപ്പോഴും പോയി പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ മോൻ എൻ്റെ പ്രസംഗങ്ങളൊക്കെ ഏകദേശം കാണാതെ അറിയാം. അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ ഈ ഐൻസ്റ്റീൻ പ്രസംഗിച്ച് മടുത്ത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പുള്ളി ആ ഫോർമുലയൊക്കെ വരച്ചെഴുതി ആർക്കും ഒന്നും പിടികിട്ടുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം ഈ ഡ്രൈവറോട് പറഞ്ഞു, കാറുണ്ട്, ഇന്നത്തെ കാലത്ത് കാറുണ്ട്, പക്ഷേ ഈ TV ഒന്നും അത്ര ഇതല്ല, വൈഡ് സ്പ്രെഡ് അല്ല. അപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ മടുത്തി പ്രസംഗിച്ച് ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് മടുത്തിരി, ഞാൻ നിർത്താൻ പോരും. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, സാറിൻ്റെ വിഷമം എനിക്കറിയാം, സാറിനോട് വിളിക്കില്ല കേട്ടോ അമേരിക്കയിൽ, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് സാറിന് വിരോധമില്ലെങ്കിൽ ആ ഒരു കാര്യം, എനിക്ക് ഈ പ്രസംഗം മുഴുവൻ കാണാതെ അറിയാം, അപ്പം സാറിന് പകരം ഞാൻ പ്രസംഗിച്ചോളാം ഇന്നൊരു ദിവസം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം പുള്ളിയുടെ കോട്ട് എടുത്ത് ഡ്രൈവറിന് കൊടുത്തു. അയാൾ ഡ്രൈവറായിട്ട് ഐൻസ്റ്റീൻ ചെന്നു. കാരണം ആർക്കും അറിയത്തില്ല കണ്ട എങ്ങനെ ഇരിക്കുന്നത്, 20കളിലൊക്കെയാണ്, 1920s. അപ്പോൾ ഈ ഡ്രൈവർ ചെന്ന് സ്റ്റേജിലോട്ട് കയറുന്ന ഒരു ഒന്നാം തരം പ്രസംഗം 2.5 മണിക്കൂർ എബൌട്ട് ആപേക്ഷിക സിദ്ധാന്തം. പക്ഷേ ഇയാൾക്കൊന്നും അറിയത്തില്ല, ഒത്തിരി തെറ്റൊക്കെ വരുന്നുണ്ട്, പക്ഷേ ആർക്കും മനസ്സിലാകത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഒരിക്കലും പതിവില്ലാത്ത പോലെ സദസ്സിൽ നിന്ന് ഒരാൾ കൈപൊക്കി പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട് സാർ എന്ന് പറഞ്ഞു. പിന്നെ അവരങ്ങനൊരു പ്രതിസന്ധി അതിജീവിച്ചിട്ടില്ല, വന്നിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്താ ചോദിച്ചു, പേടിച്ചു, വിറയ്ക്കാൻ തുടങ്ങി പുള്ളി. അന്നേരം അയാൾ പറഞ്ഞു, നിങ്ങൾ 2-2.5 മണിക്കൂറായിട്ട് ഈ ആപേക്ഷികതാ സിദ്ധാന്തം പറഞ്ഞ് ലെക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കൊരു അക്ഷരം പോലും മനസ്സിലായില്ല, അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് ഇതെന്താ സംഭവം എന്ന് ചുരുക്കി പറയാമെന്ന് ചോദിച്ചു. ഇയാൾ വെള്ളം കുടിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും വലിയ സ്കോളേഴ്സും പണ്ഡിതന്മാരും ഡോക്ടേഴ്സും ഇരുന്നിടത്ത് 2 മണിക്കൂർ ഞാൻ സംസാരിച്ചിട്ട് ഒന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ലജ്ജ തോന്നുന്നു. ഇതേ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത എൻ്റെ ഡ്രൈവർ വരും ഇവിടെ പറഞ്ഞു. ആരാത്? ഐൻസ്റ്റീൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഐൻസ്റ്റീൻ പറഞ്ഞ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കഥ ശരിയാണെന്ന് എനിക്ക് അറിയാൻ മേല. ഐൻസ്റ്റീൻ പറഞ്ഞിങ്ങനെയാണ്, ഇപ്പോൾ സമയം 9:03 ഉള്ളൂ, ഓക്കെ. അപ്പോൾ ഈ ഭൂമി ഇവിടെ ഉണ്ട്. 9 മണിക്ക് ഈ ഭൂമി ഇല്ലാതെ പോയാൽ 9:10 പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും നിന്നുകൊണ്ട് പറയാൻ പറ്റില്ല 8:50 ഇവിടെ ഭൂമി ഉണ്ടായിരുന്നു പറയാൻ പറ്റില്ല. കാരണം ഈ ഭൂമി പോകുന്ന വഴിക്ക് സമയം അതിൻ്റെ കൂടെ അങ്ങ് പോകും. ഒന്നും മനസ്സിലായില്ലല്ലോ? ഇതിനെയാണ് ആപേക്ഷികത സിദ്ധാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ടൈമും സൃഷ്ടിയും എല്ലാം ഒന്നിച്ചായിരിക്കുന്നതെന്നും അത് പരസ്പരം ആപേക്ഷികമാണെന്നും ഒന്ന് പോയാൽ മറ്റേതും അതിൻ്റെ കൂടെ പൊക്കോളൂന്നും ആപേക്ഷികമായിട്ടല്ല ഇതിനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. ബൈബിളും അത് തന്നെയാണ് പറയുന്നത്. കാലം ചുരുളുപോലെ ചുരുട്ടുന്ന സമയത്ത് ഒന്നും നിലനിൽക്കുകയില്ല, ഇതെല്ലാം സമയം തീരുമ്പം തീരും. സമയത്തിനകത്ത് സൃഷ്ടിക്കപ്പെടുന്ന എല്ലാം താൽക്കാലികവും കാണാവുന്നതും അനുഭവിക്കാവുന്നതും. എന്നാൽ സമയത്തിന് വെളിയിൽ നടന്നിട്ടുള്ളതിനെയാണ് നമ്മൾ നിത്യം എന്ന് പറയുന്നത്. ഈവൻ ഇഫ് ടൈം കൊളാപ്സസ് നത്തിങ് വിൽ ഹാപ്പൻ ടു ഇറ്റേണൽ പ്രോമിസസ്. അവൻ്റെ നിത്യമായ പ്രോമിസസിന് സമയത്താൽ ബാധിക്കപ്പെടാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇറ്റേണൽ എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്ത കാര്യങ്ങൾ ആർ ഇറ്റേണൽ. മനസ്സിലായോ? അപ്പോൾ നമുക്കത് എന്താണെന്നും കൂടെ നോക്കാം. 1 മിനിറ്റേ ഉള്ളൂ, ഞാൻ 2 മിനിറ്റ് എടുക്കും. ഓക്കെ. 2 തിമോത്തിയോസ് 1:9. ഞാൻ വിചാരിക്കുന്ന അത്ര എത്തിയില്ലെന്ന്. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല. കണ്ടോ, പ്രവൃത്തികൾ നിമിത്തമല്ല. അത് ആദ്യം അണ്ടർലൈൻ. പ്രവൃത്തികൾ നിമിത്തമല്ല. പിന്നെയോ സകല പ്രവൃത്തികൾ നിമിത്തമാണ്. നമുക്ക് ഒരു പ്രത്യാശയില്ല, ഒരു പ്രത്യാശയ്ക്ക് വകയില്ല. വിശ്വാസത്താലായതുകൊണ്ട് മാത്രമേ പ്രത്യാശയുള്ളൂ. സകല കാലത്തിനും മുൻപ്. ഇവിടെ എഴുതിയിരിക്കുന്ന കിങ് ജെയിംസ് പഴയ വെർഷനാണ്, ബിഫോർ ദ വേൾഡ് ബിഗാൻ. പുതിയ വെർഷൻസിൽ ബിഫോർ സീസൺസ് ബിഗാൻ, ബിഫോർ ടൈം ബിഗാൻ എന്നൊക്കെയുണ്ട്. സമയം ഉണ്ടാകുന്നതിന് മുമ്പ്, കാലങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? ക്രിസ്തു യേശുവിൽ, ഇൻ ക്രൈസ്റ്റ് ജീസസ് നമുക്ക് തന്നതാണ് ഈ രക്ഷ. അപ്പം എങ്ങനെ രക്ഷ തന്നെന്നറിയോ? ഇതിനകത്ത് കാൽവിനിസോ അർമീനിയനിസോ ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവം ഇങ്ങനെ ഈ ടൈമിലേക്ക് നോക്കി കുറേ ആൾക്കാരെ കണ്ടു. കാൽവിനിസം പറയുന്നത് അവൻ്റെ ഇഷ്ടത്തിന് കണ്ടു, അർമീനിയനിസം പറയുന്നത് വിശ്വസിക്കുന്നവരെ കണ്ടു. എന്തെങ്കിലും ആയിക്കോട്ടെ, കണ്ടു, പിക്ക് ചെയ്തു. ആഡം തൊട്ട് വിശുദ്ധന്മാരെല്ലാം പിക്ക് ചെയ്തു. എന്നിട്ട് പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരെല്ലാം പിക്ക് ചെയ്തു. എന്നിട്ട് എന്നെ പിക്ക് ചെയ്തു. നിങ്ങളുടെ കാര്യം നിങ്ങൾ പറഞ്ഞാൽ മതി. ഇത്രയും പേരെ പിക്ക് ചെയ്തു. എപ്പോഴാണ്? ടൈം തുടങ്ങുന്നതിന് മുമ്പാ. കാരണം ഈ ടൈം വരച്ച കർത്താവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കം അവസാനം അറിയാം. അതുകൊണ്ട് എൻ്റെ ഇറ്റേണിറ്റി അല്ലേ. ഇപ്പം എനിക്കിതിൻ്റെ ആരംഭം അവസാനം അറിയാവുന്ന പോലെ ടൈം വരച്ച ആൾക്ക് ഇതിൻ്റെ മുഴുവൻ ആദ്യം അവസാനം എല്ലാം അറിയാം. അപ്പോൾ അവൻ ആളുകളെ എല്ലാത്തിനും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരവൻ പിടിച്ച് എന്താക്കി? ക്രിസ്തുവിൽ വെച്ചു. എന്താ ഇപ്പോൾ ക്രിസ്തുവിൽ വെക്കുന്നതിൻ്റെ എക്സാമ്പിൾ കാണിക്കുന്നത്? ഓക്കെ, എൻ്റെ പാസ്പോർട്ടിന് ആയിക്കോട്ടെ.
ഇതാ നമ്മെ ക്രിസ്തുവിലാക്കി, എന്നിട്ട് പറഞ്ഞു ആകാശവും ഭൂമിയും ഉണ്ടാകട്ടെ. ഇപ്പം നമ്മളെവിടെ ഉണ്ട്? നമ്മൾ ജനിച്ചിട്ടില്ല. ബൈ ഹിസ് എലക്ഷൻ ഐ ആം ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ ഈ ബൈബിൾ എവിടെ പോയാലും ഈ പാസ്പോർട്ട് അതിൻ്റെ കൂടെ പോകും. അതുപോലെ യേശു എവിടെ പോയാലും അതാണ് ഫെയ്ത്ത്. കാണാത്ത കാര്യം, അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് എൻ്റെ പഴയ ജഡം സർക്കംസൈസ് ചെയ്യപ്പെട്ടത്. കൈകളാലല്ലാത്ത പരിശോധന ഞാൻ ഏക്കാനുള്ള കാരണം, ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ്റെ ശരീരത്തെ ഏൽപ്പിക്കുമ്പം എൻ്റെ ആ പഴയ ജഡത്തെ അവൻ ഉരിഞ്ഞു കളഞ്ഞെന്നുള്ളതാണ്. അതാണ് റോമർ 6:6 നമ്മൾ പറയുന്നത്, വെൻ ഹീ ഡൈഡ് ഐ ഡൈഡ്. 2 കൊരിന്ത്യർ ലേഖനം 5:14 പറയുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളോട് നിർബന്ധിക്കുന്നു. അവൻ മരിച്ചപ്പം ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. കണ്ടോ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു. ഓൾ ഡൈഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മരിച്ചു എന്ന്? ഈ ഫെയ്ത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ ഭയങ്കര പവറാണ്. എങ്ങനെയാണെന്നറിയോ? മരിച്ചെന്ന്, കർത്താവിൻ്റെ കൂടെ ഞാൻ മരിച്ചെന്ന് വിശ്വസിച്ച് നോക്കിയേ. കർത്താവ് മരിച്ചെന്ന് എങ്ങനെ ആൾക്കാർക്ക് മനസ്സിലായത്? കുന്തം കൊണ്ട് കുത്തി നോക്കിയല്ലേ അല്ലേ? നമ്മൾ അവൻ്റെ കൂടെ മരിച്ചെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ആരെങ്കിലും കുത്തി നോക്കിയാൽ പോരെ അല്ലേ? അപ്പം ആരുടെ എന്നെ കുത്തുന്നു ചോദിച്ചാൽ മരിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ പഴയതിനകത്ത് ഒത്തിരി നല്ല വികാരങ്ങളും ചീത്ത വികാരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ മരിച്ചു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യില്ല, ഒരു ഹോർമോണും വർക്ക് ചെയ്യില്ല. ആ ജഡത്തിൻ്റെ പവർ എടുത്തു കളയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് വന്ന കൈകൾ കൊണ്ടല്ലാത്ത പരിച്ഛേദനയിലാണ്. എത്ര പേര് ഈ മരണത്തിൽ വിശ്വസിക്കുന്നോ അത്രയും പേരും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തിലും നടക്കും. നിങ്ങൾ അവൻ്റെ മരണത്തിൻ്റെ സദൃശ്യത്തോട് അനുരൂപപ്പെട്ടവരായാൽ പുനരുത്ഥാനത്തിൻ്റെ സദൃശ്യത്തോടും അനുരൂപപ്പെടും. അപ്പോൾ രക്ഷപ്പെടാൻ തീരുമാനങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. യു ഹാവ് ടു അക്നോളജ് ദ ഫാക്ട്, റെക്കൺ. അതാണ് റോമർ 6:11 പറയുന്നത്. ആകയാൽ നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ റെക്കൺ ചെയ്യുക. റെക്കൺ യു ഓൾസോ കൺസിഡർ, എഗ്രി ദാറ്റ് യു ഡൈഡ്, ബിലീവ് ദാറ്റ് യു ഡൈഡ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട് മരിച്ചെന്ന്? ഇതും ഒരു ഫെയ്ത്തായിട്ട് അത് ജീവനായി മാറിയാൽ, വിശ്വാസമായി മാറിയാൽ പാപത്തെ ജയിക്കാൻ നമുക്ക് പറ്റും. പെർഫെക്റ്റ് ആവുകയില്ല, പക്ഷേ ജയിക്കാൻ പറ്റും, ജയിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പെർഫെക്ഷനിലേക്ക് നോക്കി, പിച്ചറസർപ്പത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കാൻ നമുക്ക് പറ്റും. ഈ ഫെയ്ത്താണ് നമ്മുടെ ഉള്ളിൽ കർത്താവ് ആരംഭിക്കേണ്ടത്. ഐ ഡൈഡ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ. ഞാനല്ല, ക്രിസ്തു അത്രേ എൻ്റെ പകരക്കാരനത്രേ എൻ്റെ എല്ലാ പരീക്ഷകളും എഴുതുന്നത്. ഐ എം ആബ്സെൻറ്റ്, ഐ ഡൈ. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ വിട്ടുകളയുന്നു, തീരുമാനങ്ങളെ, പ്ലാനുകളെല്ലാം വിട്ടുകളയുന്നു. ലെറ്റ് ക്രൈസ്റ്റ് ഡു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ വിലയേറിയ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് കൈകൾ കൊണ്ടല്ലാത്ത പരിച്ഛേദന നൽകുവാൻ വേണ്ടി കർത്താവെ അങ്ങ് അനുഭവിച്ച വേദനകളെ ഞങ്ങൾ ഓർക്കുന്നു. ആ വേദനകളിലൂടെ ദൈവമേ ഞങ്ങൾക്ക് ഒരുക്കിയ ആ ശരീരം എന്ന തിരശീല കീറി ഞങ്ങൾക്ക് എന്നേക്കുമായി നിത്യജീവനിലേക്കുള്ള വഴി തുറന്ന് അങ്ങയുടെ കരുണയെ ഓർക്കുന്നു. കർത്താവെ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ഞങ്ങൾക്ക് അങ്ങോട്ട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം മക്കളായി മാറിയ ഞങ്ങളെ കർത്താവ് എത്ര അധികമായി അവിടുന്ന് രക്ഷിക്കും. ഞങ്ങളുടെ വിശ്വാസങ്ങൾ എടുത്തു കളയുന്ന, ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാൻ പറ്റാതെ ഞങ്ങളെ തകർത്ത് കളയുന്ന ആ ദുരുപദേശങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വീണ്ടെടുത്ത് സ്വർഗത്തിലെ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് വിശ്വാസത്താൽ ഞങ്ങൾ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൈകൊണ്ടല്ലാത്ത രക്ഷ, അങ്ങ് ഏൽപ്പിച്ചു തരുന്ന രക്ഷയെ സന്തോഷത്തോടെ രക്ഷയുടെ പാനപാത്രം എടുത്ത് അങ്ങേ സ്തുതിക്കുവാൻ, രക്ഷിക്കുന്നവനും വീണ്ടെടുപ്പുകാരനും വാഗ്ദത്തം തന്നവനുമായ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ ഇവിടുന്ന് പഠിപ്പിക്കണമേ. നന്ദിയോടെ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു